ത്തിൽ നമ്മുടെ പ്രോഗ്രാം പകർത്തിയതിന് ശേഷം അവർക്ക് കിട്ടിയ മാറ്റങ്ങളെ കുറിച്ച് അറിയാനായി നേരിട്ട് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പലരോടും കഥകൾ ചോദിക്കുകയാണ്. അതുകൂടാതെ ഈ ബിഗ് ബുക്കിന്റെ അപ്രൂവലിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ നമ്മ ഈ 100 പേര് കൂടി എഴുതിയ ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളും എഡിറ്റിങ്ങിനും നിരൂപണത്തിനും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഒരു ഡോക്ടർ ഹെഡ്ജസ് എന്ന് പറയുന്ന ജോൺസ് ഹോപ്കിൻസ് സൈക്കാട്രിക് ആയിട്ടുള്ള ഡോക്ടറുടെ ഒരു അവദ്ദേഹം വന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അപ്രൂവലിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ വിൽസൺ അലോങ് വിത്ത് മോസ്റ്റ് അതർ എയർലി മെമ്പേഴ്സ് ഓഫ് ആൽക്കോളിസം വാസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ദി പെർസെന്റേജ് റേറ്റ് ഓഫ് ദെയർ സക്സസ് ആൻഡ് ബിൽ വാസ് കോൺസ്റ്റന്റ്ലി ഗിൽറ്റി ഓഫ് ഇൻഫ്ലേറ്റിംഗ് ദോസ് നമ്പേഴ്സ്. അതായത് ബിൽ വിൽസൺ എപ്പോഴും, അല്ലെങ്കിൽ ആൽക്കോളിസം അനോണിമസിന്റെ ആദ്യകാല മെമ്പേഴ്സ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ദീർഘകാലം സുബോധവാനായി നിന്ന വിൽസൺ എപ്പോഴും ഈ നമ്മുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ആൽക്കോളിസം അനോണിമസിന്റെ മെമ്പർഷിപ്പ് കൂടാത്തതിൽ, ചെറിയ തോതിൽ അല്ലെങ്കിൽ സക്സസ് റേറ്റ് കൂടാത്തതിൽ ഒരു സെൻസിറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ഉത്കണ്ഠാകുലനായിരുന്നു, ചെറുതായിട്ട് ഒരു മനഃശാഞ്ചല്യം ഉള്ളവനായിരുന്നു. ഇൻ അക്രോൺ ദ സ്റ്റാൻഡേർഡ്സ് വെയർ ഫാർ മോർ സ്ട്രൈറ്റൻ ദാൻ ന്യൂയോർക്ക്. അതായത് അക്രോണിലെ ഗ്രൂപ്പ് ന്യൂയോർക്കിലെ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ അക്രോണിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എക്സ്ക്ലൂഡിങ് എനിവൺ ഹു ഡിഡ് ഫസ്റ്റ് മേക്ക് എ പബ്ലിക് സറണ്ടർ. കാരണം അവിടെ ഒരു പൊതു സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ പൊതു ഗ്രൂപ്പിൽ വെച്ച് പൊതുവായിട്ടുള്ള ഒരു ഞാൻ സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കണം. അത് കോസ്പോർട്ട് ഗ്രൂപ്പിന്റെ ഒരു രീതിയാണ്. അതങ്ങനെ സമ്മതിക്കുന്നത് കൊണ്ടാകും അവിടെ കൂടുതലുള്ളതെന്ന് ചരിത്രകാരൻ പറയാണ്. ബട്ട് അറ്റ് ദിസ് ടൈം both groups were doing their best to exclude those who suffers from grave emotional and mental disorders. അതെ, നമ്മൾ മനസ്സിലാക്കണം. 1935 നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങി. 1939, 4 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ബുക്ക് ഇറങ്ങുന്നത്. അതുവരെ മാനസികവും വൈകാരികവുമായിട്ടുള്ള അംഗങ്ങളെ, പ്രശ്നങ്ങളുള്ള അംഗങ്ങളെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തിയിരുന്നില്ല. എപ്പോഴും ആൽക്കഹോളിക് ആണെങ്കിൽ മാത്രം അവരെ ചേർത്ത്, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി നിർത്തിയിരുന്നു എന്നാണ്, എക്സ്ക്ലൂഡഡ് എന്നാണ് പറയുന്നത്. ഫോളോയിങ് ദ ഇനിഷ്യേറ്റീവ് ഇന്റർവ്യൂ, ബിൽ താങ്ക്ഡ് ചാൾസ് ഹെഡ്ജസ് പെർഫ്യൂംലി ഫോർ ബീയിങ് സോ ഇൻസ്ട്രുമെന്റൽ ഇൻ സെറ്റിംഗ് എ ഫുഡ് ബിഗ് തിങ്സ് അറ്റ് ജോൺസ് ഹോപ്കിൻസ്. അതായത് ബില്ലിന്റെ ആദ്യകാലത്തെ ഒരു ഇന്റർവ്യൂവില് ചാൾസ് ഹെഡ്ജസ് എന്ന് പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ഡോക്ടറോട് അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ഇൻസ്ട്രുമെന്റൽ ഇൻ സെറ്റിംഗ് എ ഫുഡ് ബിഗ് തിങ്സ് അറ്റ് ജോൺസ് ഹോപ്കിൻസ്. അതായത് ജോൺസ് ഹോപ്കിൻസ് എന്ന് പറയുന്ന ഹോസ്പിറ്റല് അന്നത്തെ കാലത്ത് അമേരിക്കയിലെ അന്നത്തെ കാലത്ത് എന്നല്ല, ഇന്നും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൽക്കഹോളിസം അനോണിമസിൽ ഒരാൾ വന്നിട്ട് നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. അവരുടെ ബ്രെയിൻ കോഡുകൾ പോലും ആൽക്കഹോളിസം ബാധിച്ച് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാകാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാതെ പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഈ ജോൺസ് ബിഗ് തിങ്സ് അറ്റ് ജോൺസ് ഹോപ്കിൻസ് ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിലെ ആ ഡോക്ടറോട് നന്ദി പറയണം. ആൻഡ് ദെൻ ഹി ആൻഡ് ഫിറ്റ്സ് റിട്ടേൺ ടു ദ ഫാം അറ്റ് കൊമ്പർസ്റ്റോൺ. അപ്പം ഫിറ്റ്സും ബില്ലും വീണ്ടും തിരിച്ച് ആ ഫാം ഹൗസിലേക്ക്, കൊമ്പർസ്റ്റോണിലെ ഫിറ്റ്സിന്റെ ഫാം ഹൗസിലേക്ക് തിരിച്ചു വരണം. ഗിവിംഗ് ഡോക്ടർ ഹോർമൺ ടൈം ടു റീഡ് ഓവർ ദ ചാപ്റ്റേഴ്സ്. നമുക്കറിയാം, അവര് പോകുന്ന യാത്രയിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അവർ ഈ ചാപ്റ്റർ കൊടുത്തിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുത്തു ഡോക്ടർ ഹോഫ്മാന് ഇത് വായിക്കാനായിട്ട്. ദ ടു മെൻ റിട്ടേൺ ടു ജോൺസ് ഹോസ്പിറ്റൽ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. അതിന് കുറച്ച് ദിവസത്തിന് ശേഷം അവർ രണ്ടുപേരും, അതായത് ബിൽ ഡബ്ല്യൂയും നമ്മുടെ ഫിറ്റ്സും, രണ്ട് മെമ്പേഴ്സ് ആണ്, അവർ രണ്ടുപേരും കൂടി ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വന്നു. ദിസ് ടൈം വിച്ച് എബി താച്ചർ ഈസ് ഫോർ എ ഫോളോ അപ്പ് ഇന്റർവ്യൂ. ഈ സമയം എബി തച്ചറും അവിടെ ഉണ്ടായിരുന്നു. ഹോഫ്മാൻ വാസ് ഈവൻ മോർ പോസിറ്റീവ് ആൻഡ് enthusiastic about their work and much impressed with everything he had read. അതായത് ഈ പറയുന്ന ഡോക്ടർ ഹോക്മാൻ ഹോക്മാൻ, അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി, അല്ലെങ്കിൽ താല്പര്യമുള്ളവനായി അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിൽ വളരെയധികം അത്ഭുതപരതന്ത്രനായിരുന്നു, enthusiastic എന്നാണ്. ബിൽ commented that he again confirmed his belief in the proposition that drunks of our type have to get out from under on a spiritual basis. അപ്പോ ഇവിടെ വെച്ചിട്ട് ബിൽ വീണ്ടും കമന്റ് ചെയ്യാണ്,
അതായത് അവരുടെ വിശ്വാസം തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള കുടിയന്മാർക്ക് ഒരു സ്പിരിച്വൽ ആത്മീയ അടിസ്ഥാനത്തിലല്ലാതെ മോചനം നേടാൻ സാധിക്കുകയില്ല. There was just no other option. അവിടെ മറ്റൊരു വഴിയില്ല. The doctor then gave them, അതിനുശേഷം ഡോക്ടർ പറയാണ്, a lot of valuable advice about our manuscript and our procedure and noted that from the standpoint of a psychologist. അപ്പൊ അദ്ദേഹം പറയാണ് നമ്മുടെ അഡ്വൈസും നമ്മുടെ മാനസ്ക്രിപ്റ്റിലുള്ള ഒരുപാട് വാല്യുബിൾ അഡ്വൈസ്, വളരെ വിലയേറിയ ഉപദേശങ്ങൾ നമ്മുടെ ബുക്കിൽ തന്നെയുണ്ട്. പ്രൊസീജിയർ നമ്മുടെ ബുക്കിൽ ആ 2 ചാപ്റ്ററിലുണ്ട്. ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ സൈക്കോളജിസ്റ്റ് ഹി കുഡ് ഫൈൻഡ് നോ ഫോൾട്ട്. അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. വാട്ട് എവർ വിത്ത് അവർ പ്രൊസീജിയർ എന്ന് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പ്രൊസീജിയർ, അവർ തിയറീസ് അബൌട്ട് അവർ സെൽസ് ആൻഡ് അവർ മെന്റൽ സ്റ്റേറ്റ്സ്. അപ്പം നമ്മുടെ തിയറികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ കാര്യങ്ങള് നമ്മുടെ തന്നെ ഒരു മാനസിക അവസ്ഥയിൽ തന്നെ ഉള്ളതാണെന്ന് ഇദ്ദേഹം നമുക്കൊരു എന്താ പറയാ ഒരു നിരൂപണം നൽകുകയാണ്. ആ 2 അധ്യായങ്ങൾക്ക് ഒരു നിരൂപണം നൽകുകയാണ്. ഹോഫ്മാൻ വാസ് ഇൻ കംപ്ലീറ്റ് എഗ്രിമെന്റ് വിത്ത് എവരിതിങ് ഹി ഹാഡ് റീഡ് ഇൻ. അതായത് ബിൽ എഴുതിയ ആ 2 ചാപ്റ്റേഴ്സില് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ്, മറ്റുള്ളവരുടെ ചില തിരുത്തലുകളൊക്കെ അതിനകത്ത് വരുത്തുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ 2 മാനുസ്ക്രിപ്റ്റ് ആണ്. ഇപ്പൊ പുതിയ ബുക്ക് ഇറങ്ങിയിരിക്കുന്നത് പിന്നീടും പല എഡിറ്റേഴ്സും, പ്രശസ്തരായ അമേരിക്കയിലെ പല എഡിറ്റേഴ്സും എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ബുക്ക് ഇറങ്ങിയത്. കാരണം നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പറയാം യു എന്നൊക്കെ പറയുന്നിടത്ത് വി എന്ന് ചേർക്കണം. അങ്ങനെ ഒരു സജസ്റ്റഡ് മോഡലിൽ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കണം, ഉപദേശിക്കുന്ന തരത്തിലാകരുത് എന്നുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷമാണ് ബിഗ് ബുക്ക് ഇറങ്ങിയതെങ്കിലും ഈ തരുണത്തിൽ പോലും ഹോക്ക്മാൻ നമ്മൾ എഴുതിയ കാര്യത്തെ പൂർണ്ണമായും അംഗീകരിച്ചു. ഹോക്ക്മാൻ വാസ് ഇൻ കംപ്ലീറ്റ് എഗ്രിമെന്റ് വിത്ത് എവരിതിങ് ഹി ഹാഡ് റീഡ്. അതായത് മൊത്തത്തിൽ വായിച്ചു. അതൊക്കെയാണ് വായിച്ചത്. ദെയർ ഈസ് എ സൊല്യൂഷൻ, ഒരു പരിഹാരമുണ്ടെന്നുള്ള കാര്യത്തിലും. പിന്നെ ബിൽ സ്റ്റോറി 2 കഥകളാണ്. വിൽസൺ നോട്ടഡ് ദാറ്റ് ഹിസ് ഓൺലി ക്രിറ്റിസിസം വാസ് ഡിവോട്ടഡ്, അതായത് ടു ഷോയിങ് us how we could better express our ideas and avoid controversy. അതായത് വിൽസൺ അത് ഇങ്ങനെ ശ്രദ്ധിച്ചു, ഒരു വിമർശനം ഒഴിവായിരിക്കുന്നു. ടു ഷോയിങ് us how we could better express our ideas and avoid controversy. അതായത് ഈ വായനയിലൂടെ, ഡോക്ടർ നടത്തിയ ആ നിരൂപണത്തിലൂടെ ബിൽ വിൽസൺ ഒരു കാര്യം മനസ്സിലായി. യാതൊരുവിധ ക്രിറ്റിസിസവും അല്ലെങ്കിൽ വിമർശനവും വരാൻ സാധ്യതയില്ല. നമ്മുടെ ആശയങ്ങളും പല കോൺട്രവേഴ്സികളിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. confessed that he felt delight as he listened to Dr. Hoffman's sweeping validation of his theories about alcoholism and the doctor's agreement that their program of recovery was the only one that had any of hope of success. അപ്പൊ ബില്ല് പിന്നീട് ബില്ലിന് ആദ്യം തോന്നിയത് ഹെഗ് എന്ന് പറയുന്ന ഈ ഡോക്ടർ അല്ലെ ഡോക്ടർ ഹോക്ക്മാൻ സ്വീപ്പിംഗ് വാലിഡേഷൻ ഓഫ് ഹിസ് തിയറീസ്, അതായത് അവരുടെ പല തിയറികളും തൂത്തെറിയപ്പെട്ടു എന്ന്, ആൽക്കഹോളിസത്തെ പറ്റി തൂത്തെറിയപ്പെട്ടു എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ ഡോക്ടറുടെ എന്ന് പറയുന്ന ആ ഡോക്ടർ ഫുൾ എഗ്രിമെന്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാം ഓഫ് റിക്കവറിയെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ സക്സസിനെ പറ്റിയും അയാൾക്ക് നല്ല അത് ഒന്നും തർക്കത്തിലേക്ക് വന്നില്ല. ദിസ് വാസ് എക്സാക്ട്ലി ദ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ എൻഡോഴ്സ്മെന്റ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നത്. വിൽസൺ ഹാഡ് ഹോപ്ഡ് ടു ഗെയിൻ ഓൺ ദിസ് ട്രിപ്പ്. അപ്പോ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഫിറ്റ്സുമായിട്ടുള്ള ഈ യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ വാലിഡേഷൻ, അതിന്റെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് കൂടുതൽ ഈ എഴുത്തുകളിലേക്ക് കൂടുതൽ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ, അത് അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ആണെന്ന് മനസ്സിലായി. വൺ ദാറ്റ് he was confident would prove to be an effective selling tool once he got back to New York. അതായത് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന, വളരെയധികം ആളുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു ടൂളായി ബുക്ക് മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് മനസ്സിലായി. ആൻഡ് again had to face the host of rich but skeptical potential donors. അപ്പം ധനികരായിട്ടുള്ള ആളുകളിലേക്ക് ഈ പുസ്തകം എത്തിച്ചുകൊണ്ട് നമുക്ക് സംഭാവന തരാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ ഒരു ഫുട് നോട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് once he was back in ന്യൂയോർക്കിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ബിൽ മേഡ് സെവറൽ
സബ്സ്റ്റൻറ്റീവ് ചേഞ്ചസ് ടു there is a solution. There is a solution അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന ബുക്കിന് ആ ചാപ്റ്ററിൽ അദ്ദേഹം വീണ്ടും കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് ഹോക്മൻസിന്റെ സജഷൻസും കൂടി ഉൾപ്പെടുന്നു. ദയർ ബൈ അക്കൗണ്ടിങ് അറ്റ് ലാസ്റ്റ് സം ഓഫ് ദ സിവിയർലി റെഡ്യൂസ് ദ ഫൗണ്ട് ദ മൾട്ടിലിപ്ത് പ്രിന്റിംഗ്. അതായത് ആദ്യത്തെ പ്രിന്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം മാറ്റങ്ങൾ ഈ ഡോക്ടറുടെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അത് മാറ്റി എന്നാണ് പറയുക. അപ്പോൾ പിന്നീട് നമ്മൾ പറയുന്നത് എ ലോൺ ഫ്രം ആഗ്നസ് മയോ. ആഗ്നസ് മയോ എന്ന് പറയുന്ന ആളിൽ നിന്ന് ബുക്കിന്റെ പ്രിന്റിങ്ങിന് വേണ്ടി നമുക്ക് ഒരു ലോൺ കിട്ടുകയാണ്. അപ്പൊ അത് വായിക്കാം. ബട്ട് നൺ ഓഫ് ദിസ് വണ്ടർഫുൾ ടെസ്റ്റിമോണിയൽസ് പുട്ട് എനി ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻ ദ ബാങ്ക്. അതായത് ഇത്തരം ആളുകളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കാശായി മാറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് കാശൊന്നും വന്നില്ല ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി. ആൻഡ് ദ ബാലൻസ് ദെയർ വാസ് റണ്ണിങ് പ്രഷ്യസ്ലി ലോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണം വളരെ കുറവുമാണ്. ഫ്രാങ്ക് ആമോസ് ഹാഡ് ബീൻ മേക്കിംഗ് റെഗുലർ പേയ്മെന്റ്സ് ടു ഡോക്ടർ ബോബ് സ്മിത്ത്. എന്നിരുന്നാൽ തന്നെയും ഫ്രാങ്ക് ആമോസ്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ഫ്രാങ്ക് ആമോസ് റെഗുലർ ആയിട്ട് ഡോക്ടർ ബോബ് സ്മിത്തിന് ഒരു റോക്ക്ഫെല്ലർ കോൺട്രിബ്യൂഷൻ നമ്മൾ വായിച്ചാണ് ആൽക്കഹോളിക് ഫണ്ടായിട്ട് കൊടുക്കുന്നത്. $500 മാർച്ചിലും $450 ഏപ്രിലും 500 മെയ്യിലും 200 ജൂണിലുമായി അത് ഡിവൈഡ് ചെയ്ത് ബോബ് സ്മിത്തിന് കൊടുക്കുകയാണ്. ആൻഡ് ഹി ഹാഡ് ഓൾസോ ബീൻ ഗിവിംഗ് ക്യാഷ് ടു വിൽസൺ ആൻഡ് മയോ ഫ്രം ദ മണി സെൻഡ് ടു ഹിം ബൈ ചാൾസ് ടൗൺസ്. അതുപോലെ തന്നെ ചാൾസ് ടൗൺസിന്റെ അതായത് ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഓണറായ ചാൾസ് ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പണം, ചാൾസിൽ നിന്ന് കിട്ടിയ പണം 200 to each both May 9 and May 27, final 200 to bill on July 7. അതായത് $200 വെച്ചിട്ട് മെയ് 9-നും മെയ് 27-നും ജൂലൈ 5-നുമായിട്ട് ബിൽ ഡബ്ല്യുവിനും കൊടുക്കുകയാണ്. ഹാങ് പിക്കും ബിൽ മയോനും അല്ലെങ്കിൽ ബിൽ വിൽസണും ഫ്രാങ്ക് മയോക്കും കൊടുക്കുകയാണ്. അപ്പൊ ക്യൂരിയസ്ലി ആമോസ് മേക്സ് നോ മെൻഷൻ ഓഫ് സെൻഡിങ് ആൻഡ് മണി ടു ഹാങ് പി, presumably because he was still generating at least a small amount of income with his Horner Dealers Corporation. പക്ഷേ ഹാങ് പിക്ക് പണമൊന്നും അയച്ചില്ല. ഫ്രാങ്ക് മയോയ്ക്കും നമ്മുടെ ബിൽ വിൽസണും ഡോക്ടർ ബോബ് സ്മിത്തിനുമാണ് പണം കിട്ടിയത്. കാരണം അന്നത്തെ $300 എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഒരു $32,000 വലിപ്പമുള്ള തുകയാണ്. അപ്പൊ ന്യായമായ ഒരു തുകയാണ് ഇവർക്കെല്ലാം ചെലവിന് വേണ്ടി കൊടുത്തത്. അല്ലെങ്കിൽ ഡെയിലി ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനും അതിനൊക്കെ ആയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിന് വേണ്ടി കൊടുത്താണ്. അപ്പൊ നമ്മളത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ കുറെ ആഴ്ചകൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ ഈ ഹാങ് പി സ്റ്റില് ഹോണർ ഡീലർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹോണർ ഡീലർ എന്ന് പറയുന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഓയില് പല കടകളിലും കൊടുക്കുന്ന ബിസിനസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹാങ് പിക്ക് ആ സമയത്ത് പണമൊന്നും കൊടുക്കാണ്ടിരുന്നത്. While this left a comfortable balance in the Rockefeller account, especially a market Dr. Bob Smith and his work in Akron. അപ്പോ റോക്ക്ഫെല്ലർ ഡോക്ടർ ബോബ് സ്മിത്തിന് എന്തിനാണ് പണം കൊടുത്തത്? അക്രോണിൽ അദ്ദേഹത്തിന്റെ വർക്കിനും അസോസിയേറ്റഡ് 1000 ടൗൺസ് ഹോസ്പിറ്റൽ ഹാർഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ആൽക്കഹോളിക് ഫണ്ട് ഫോർ വിൽസൺ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ആൽക്കഹോളിക് ഫണ്ടായിട്ട് ബിൽ വിൽസണും ഫ്രാങ്ക് മയോയ്ക്കും $1000 കിട്ടിയിട്ടുണ്ട്. വൺസ് അഗെയിൻ ദേ വെർ ഫ്ലാറ്റ് ബ്രോക്ക്. എന്നാലും അവര് വളരെയധികം ബ്രോക്കായി അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണ്. ഗിവൺ ദയർ ഡെസ്പറേറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അവരുടെ നിരാശാജനകമായിട്ടുള്ള സാമ്പത്തിക സിറ്റുവേഷനിൽ ഓൺ മൺഡേ ജൂലൈ 11 ബിൽ മെയ്ഡ് വൺ ലാസ്റ്റ് സ്റ്റോപ്പ് അറ്റ് വാഷിംഗ്ടൺ DC ബിഫോർ ക്യാച്ചിങ് ദ ട്രെയിൻ ബാക്ക് ടു ന്യൂയോർക്ക് വിസിറ്റിംഗ് ഫിറ്റ്സ് യങ്ങർ സിസ്റ്റർ ആഗ്നസ്. അതായത് ഫിറ്റ്സ് മയോയുടെ യങ്ങർ സിസ്റ്ററിന്റെ പേരാണ് ആഗ്നസ്. അപ്പോ ജൂലൈ 11 തിങ്കളാഴ്ച അദ്ദേഹം വാഷിംഗ്ടൺ DC പോകുന്ന വഴിക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പായി ഫിറ്റ്സ് യങ്ങർ സിസ്റ്റർ ആയിട്ടുള്ള ആഗ്നസിനെ വിസിറ്റ് ചെയ്യണേ. അൺലൈക്ക് ഹർ ബ്രദർ, ആഗ്നസ് മയോ ഹാഡ് എ ത്രൈവിംഗ് കരിയർ ആൻഡ് ആൻ എക്സലന്റ് ജോബ്. അതായത് ഫ്രാങ്ക് മയോ പോലെ അല്ല സിസ്റ്റർ ആയിട്ടുള്ള ആഗ്നസിന് ഒരു ജോലിയുണ്ട്, അത്യാവശ്യം വരുമാനമുള്ള ഒരാളാണ്. ഷി വാസ് സെക്രട്ടറി ഓഫ് ദ കാർക്കോറൻ സ്കൂൾ ഓഫ് ആർട്ട് ഇൻ വാഷിംഗ്ടൺ. കാർക്കോറൻ സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്ന സ്കൂളിലെ സെക്രട്ടറിയാണ്. ആൻഡ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ഹാഡ് ഓൾവേസ് ബീൻ കെയർഫുൾ വിത്ത് ഹെർ മണി. അവരുടെ പണത്തെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധാലുവാണ്. ബിൽ വാസ് ഹോപ്പിംഗ് ടു കൺവിൻസ് ആഗ്നസ് ടു ഡിപ്പ് ഇൻ ടു ഹെർ സേവിങ്സ് ആൻഡ് ഓഫർ ദം സം സബ്സ്റ്റൻഷ്യൽ അസിസ്റ്റൻസ്. അതായത് ബില്ലിന്റെ വിചാരം അല്ലെങ്കിൽ ബില്ല് പ്രതീക്ഷിക്കുന്നത് ആഗ്നസിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് അവളുടെ സേവിങ്ങിൽ നിന്ന് കുറച്ച് പണം
ഈ പറയുന്ന ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായിട്ട് ഒരു ഒരു സബ്സ്റ്റൻഷ്യൽ അസിസ്റ്റൻസ്, ഒരു ചെറിയ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. In bridging the gap of the next few months, by making him a short-term loan of $1,000, promising to pay it back in less than 3 months. അതായത് $1000 അയാൾക്ക് ലഭിച്ചു, 3 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമെന്ന രീതിയിൽ. Since the average salary in the US at this time was less than 2,000 a year. അപ്പൊ $1000 കിട്ടി. ആ സമയത്ത് അമേരിക്കയിലെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് $2000 ആണ്, ഒരു വർഷത്തെ. അപ്പൊ ഇദ്ദേഹത്തിന് $1000 അവൾ കൊടുത്തു. ദിസ് വാസ് എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ലോണിംഗ് ബിൽ. ഇതൊരു മെച്ചപ്പെട്ട ലോൺ ആയി പോയി ബില്ലിന്. ബട്ട് ടു ഗിവ് ഗ്രേറ്റ് റിലീഫ്, ആഗ്നസ് അഗ്രീഡ് ടു ഹിസ് റിക്വസ്റ്റ് ആൻഡ് ഹി ലെഫ്റ്റ് വാഷിംഗ്ടൺ ഡിസീസ് യൂണിയൻ സ്റ്റേഷൻ വിച്ച് ചെക്ക് ഫോർ ദ ഫുൾ എമൗണ്ട് ഇൻ ഹിസ് പോക്കറ്റ്. അപ്പൊ അവൻ അവിടെ നിന്ന് വാഷിംഗ്ടൺ ഡി സിന്ന് പുറപ്പെടുമ്പോൾ അവന്റെ പോക്കറ്റിൽ, അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പുറപ്പെടുമ്പോൾ അവന്റെ പോക്കറ്റിൽ ഒരു ഫുൾ എമൗണ്ടിന്റെ ചെക്കുമായിട്ടാണ് അവൻ പോകുന്നത്. ഇറ്റ് വാസ് ദ പെർഫെക്റ്റ് എൻഡിങ് ടു എ ലോൺ ആൻഡ് വെരി സക്സസ്ഫുൾ റോഡ് ട്രിപ്പ്. അദ്ദേഹത്തിന്റെ ഈ റോഡ് ട്രിപ്പില് അവന് കിട്ടിയിട്ടുള്ള ഒരു ലോൺ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലോങ് ആൻഡ് വെരി സക്സസ്ഫുൾ റോഡ് ട്രിപ്പ്. അപ്പൊ ആ റോഡ് ട്രിപ്പ് ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയി എന്നാണ് പറയുന്നത്. ഒരു നല്ല തുടക്കം, അല്ലെങ്കിൽ നന്നായി അവസാനിച്ചു. വിൽസൺ വാസ് കമ്മിങ് ഹോം വിത്ത് സ്ട്രോങ് പോസിറ്റീവ് എൻഡോഴ്സ്മെന്റ് ഫ്രം 2 of the country's most respected psychiatrists, and he had even secured enough cash for them to continue their full-time fundraising effort for the last couple of months. അതായത് ബിൽ വിൽസൺ ഈ റോഡ് ട്രിപ്പിലൂടെ അമേരിക്കയിലെ തന്നെ 2 വലിയ സൈക്കാട്രിസ്റ്റുകളുടെ എൻഡോഴ്സ്മെന്റ്, പോസിറ്റീവ് എൻഡോഴ്സ്മെന്റ്, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ചില പ്രേരണകൾ കിട്ടുകയും അതോടൊപ്പം തന്നെ ഇനഫ് ക്യാഷ്, മതിയായ പണം, ഇനി ഫുൾ ടൈം ഈ പറയുന്ന ഇനിയും ഫണ്ട് റൈസിങ്ങിന് ആവശ്യമുണ്ട്, അതിന്റെ തുടക്കത്തിനായി കുറച്ച് പണവുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് മെയ്ഡ് ഫോർ എ വെരി എക്സലറേറ്റിംഗ് ട്രെയിൻ ട്രിപ്പ് ബാക്ക് ടു പെൻ സ്റ്റേഷൻ ഇൻ ന്യൂയോർക്ക് സിറ്റി. അത് അദ്ദേഹത്തിന് വളരെയധികം ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ട്രെയിൻ ട്രിപ്പായിട്ട് മാറി. പെൻ സ്റ്റേഷൻ ഇൻ ന്യൂയോർക്ക് സിറ്റിയിലെ ട്രെയിൻ സ്റ്റേഷന്റെ പേരാണ് പെൻ സ്റ്റേഷൻ. അവിടെ ഉള്ള ട്രിപ്പില് ബിൽ റിട്ടേൺ ടു ബ്രുക്ലിൻ at that night, Monday, July 11. ആ രാത്രിയില് ജൂലൈ 11 ആഗ്നസ് മയോനെ കണ്ട് പണമൊക്കെ വാങ്ങി അദ്ദേഹം ബ്രുക്ലിനിലെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് ദ ഫോളോയിങ് തേഴ്സ്ഡേ, അതിന് പിന്നീടുള്ള വ്യാഴാഴ്ച, ഹി റോട്ട് ആഗ്നസ് എ ലെറ്റർ ഡീറ്റെയിലിംഗ് ദ സ്പെസിഫിക് അറേഞ്ച്മെന്റ്സ് ഫോർ ദ ലോൺ ആൻഡ് ഹിസ് പ്രോമിസ് ടു പേ ഇറ്റ് ബാക്ക് ഇൻ ഫുള്ളി ബൈ ഒക്ടോബർ 1. നമുക്കറിയാം അവൾ എപ്പോഴാണ് പറഞ്ഞത്, 3 മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പൊ 3 മാസത്തിനുള്ളിൽ പണം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 1 പണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു എങ്ങനെയാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്ന് അന്ന് തന്നെ അയാൾ ഒരു കത്തെഴുതാണ്. മൈ ഡിയർ ആഗ്നസ്, എന്റെ പ്രിയ ആഗ്നസ്, ഐ കനോട്ട് ടെൽ യു ഹൗ ഗ്രേറ്റ്ഫുൾ, ഞാൻ അത്രമാത്രം നിന്നോട് കൃതജ്ഞതയുള്ളവനാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. വി വിൽ ആർ ഫോർ യുവർ സബ്സ്റ്റൻഷ്യൽ അസിസ്റ്റൻസ്, ഞങ്ങൾ നിന്റെ അസിസ്റ്റൻസ് ആണ്. ഇറ്റ് വിൽ ബി മോസ്റ്റ് ഹെൽപ്ഫുൾ ഇൻ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ഓഫ് ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. ഞങ്ങൾക്ക് ഈ പുസ്തകം എഴുതാനുള്ള ചെറിയ ഗ്യാപ്പ്, ഒരു 3 മാസത്തേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പണം ഞങ്ങളെ സഹായിക്കും. ആഫ്റ്റർ കൺസൾട്ടിംഗ് വിത്ത് മിസ്റ്റർ ഫ്രാങ്ക് ബി ആമോസ്, ഞാൻ ഫ്രാങ്ക് ബി ആമോസിനോട് ചർച്ച ചെയ്തു. കസ്റ്റഡിയൻ ഓഫ് അവർ ഫണ്ട്, എന്റെ ഫണ്ട് അവന്റെ കസ്റ്റഡിയനിലാണ്. കാരണം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ $5000 കൊടുത്തങ്ങനെ അയാളുടെ കസ്റ്റഡിയിലാണ്. It will simplify matters if I assume personally the obligation to repay you 1,000 which you have loaned me as of July 11, 1938. 1938 ജൂലൈ 11 നീ എനിക്ക് നൽകുന്ന $1000 ഫ്രാങ്ക് ആമോസ് കൃത്യമായി ഒക്ടോബർ 1 നിനക്ക് തിരിച്ചു തരുമെന്നുള്ള രീതിയിൽ ആഗ്നസിന് ഒരു കത്ത് എഴുതുകയാണ്. Since Bill on the road in Maryland on July 5th, that check must have been mailed to him home in Brooklyn on perhaps ലൂയിസ് പിക്കഡ് ഇറ്റ് അപ്പ് ഫ്രം ആമോസ് ഹെർസെൽഫ്. അപ്പം അതൊരു പക്ഷെ ക്യാഷ് ബ്രൂക്ലിനിലേക്ക് അയച്ചിട്ട് ക്യാഷ് ആക്കിയത് ലൂയിസ് ആയിരിക്കും എന്ന് ഒരു ഫുട്നോട്ട് ചരിത്രകാരൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ദ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദാറ്റ്, മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ മേ ഹാവ് ദ
യൂസ് ഓഫ് ദിസ് മണി അൻറ്റിൽ ഒക്ടോബർ 1 അറ്റ് 6% ഇൻട്രസ്റ്റ്. ഞാൻ 6% ഇൻട്രസ്റ്റിലാണ് പണം ഉപയോഗിക്കുന്നത്. ഓൺ ഓർ ബിഫോർ ദാറ്റ് ഡേറ്റ് ഐ ഫുള്ളി എക്സ്പെക്ടഡ് ടു ബി ഏബിൾ ടു റീപേ യു ഔട്ട് ഓഫ് റീഫണ്ട് വിച്ച് ഐ ആം കളക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ ആൽക്കഹോളിക് വർക്ക്. അതായത് മദ്യാസക്തർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പണത്തിൽ നിന്ന് നിന്റെ പണം 6% പലിശയോടുകൂടി അവർക്ക് തിരിച്ചു തരാൻ കഴിയും. ഏബിൾ ടു റീപേ, നിനക്ക് തിരിച്ചു തരാൻ കഴിയും. In the event that all or part of this sum cannot be paid by October 1, I would like to contribute to the loan on the same basis until January 1st, 1913, by which time we shall certainly have received a ample refund. ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഒക്ടോബർ 1 നിനക്ക് അത് തിരിച്ചു തരാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായ തുക തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ അത് പൂർണ്ണമായും January 1, 1939 തിരിച്ചു തന്നിരിക്കും. അതിനുള്ളിൽ എനിക്ക് ഒരു വലിയ തുക എവിടെ നിന്ന് ഈ പറയുന്ന ഫണ്ടിൽ നിന്ന് ലഭിക്കും. ഐ ആം ടുഡേ ഡിപ്പോസിറ്റിംഗ് ദിസ് ചെക്ക് വിത്ത് അവർ കസ്റ്റോഡിയൻ മിസ്റ്റർ ആമോസ്. ഈ ചെക്ക് എൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ഫ്രാങ്ക് ആമോസിനെ ഏൽപ്പിച്ച് അവർ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ഇത് മനസ്സിലാക്കണം. ഹൗവർ ദാറ്റ് ദ അതർ ഫണ്ട്സ് വിച്ച് ഓൾറെഡി ഹാവ് ബീൻ കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് പർപ്പസ് ആൻഡ് വിച്ച് ഹാവ് ബീൻ സ്പെസിഫൈഡ് ഡെഫിനറ്റ്ലി ഫോർ സർട്ടൻ ഫേസസ് ഓഫ് ദിസ് വർക്ക് അറ്റ് നൗ nor will be available for repayment of this loan to you. ഏതായാലും ഞങ്ങൾക്ക് കുറച്ച് പണം പല ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷനായി ലഭിച്ചിട്ടുണ്ട്. ആ പണം ഞങ്ങളുടെ ഈ ഘട്ടത്തിൽ, അതായത് ബുക്ക് ഇറക്കുക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പറയുന്ന പുസ്തക രചനയുടെ ഈ ഘട്ടത്തിൽ അവൈലബിൾ ഫോർ റീപേയ്മെന്റ് ഓഫ് ദിസ് ലോൺ ടു യു. നീ തന്ന വായ്പ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. അതിനുള്ളിൽ ആ പണത്തിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ സാധിക്കും. In other words, മറ്റൊരു വാക്കുകൾ പറഞ്ഞ, it is my personal obligation in which my associates join me wholeheartedly to raise additional funds out of which we will make this repayment. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് മറ്റുള്ള എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട് ഈ പണം റേസ് ചെയ്യണമെന്നും വീണ്ടും തിരിച്ചു കൊടുക്കാനായിട്ടോ റീപേയ്മെന്റിന് പറയണമെന്നും ഞാൻ തീർച്ചയായും ചുമതലപ്പെടുത്തും. ദോ ഐ വുഡ് ലൈക്ക് ടു മേക്ക് ദ അതർ ഫണ്ട്സ് പ്രീവിയസ്ലി കോൺട്രിബ്യൂട്ടഡ് ഷുവർട്ടി ഫോർ യു. അപ്പൊ എനിക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ചില പണമുണ്ട്, അത് നിനക്ക് ഉറപ്പാക്കാം. ഐ ഫൈൻഡ് ദാറ്റ് അണ്ടർ ദ ടേം ബൈ വിച്ച് ദേ വർ ഡൊണേറ്റഡ് ദിസ് ഫണ്ട്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ റീപേയ്മെന്റ് ഓഫ് എനി ബോറോഡ് മണി. അതായത് എൻ്റെ കയ്യിൽ കസ്റ്റഡി ഫ്രാങ്ക് ആമോസിന്റെ കയ്യിൽ ചില പണം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ പണത്തിന്റെ ഉദ്ദേശം ഏതെങ്കിലും ലോൺ റീപേയ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ല. ആസ് വി അഗ്രീഡ്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ യുവർ പേഴ്സണൽ സെക്യൂരിറ്റി ലൈസ് ഇൻ അവർ എബിലിറ്റി ടു റേസ് ദിസ് മണി. അതുകൊണ്ട് ഞങ്ങളുടെ യുവർ പേഴ്സണൽ സെക്യൂരിറ്റി ലൈസ് ഇൻ അവർ എബിലിറ്റി ടു റേസ് ദ മണി. അപ്പൊ ഞങ്ങളിലുള്ള ആത്മവിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാം. ഓഫ് വിച്ച് ഐ ഹാവ് നോ ഡൗട്ട് whatsoever. അതുകൊണ്ട് എനിക്ക് ഇതുവരെയും സംശയമൊന്നുമില്ല. I am sending this letter in triplicate and wish you would return 2 copies on which you have stated your approval of the arrangement of as outlined above. അതുകൊണ്ട് ഞാൻ ഈ കത്ത് എഴുതുന്നത് 2 കോപ്പികളായിട്ട്, one of this I shall return over to Mr. ആമോസ്. ആമോസിന് ഒരു കത്തിന്റെ കോപ്പി കൊടുക്കും, നിനക്ക് ഒരു കത്തിന്റെ കോപ്പി സൂക്ഷിച്ചു വെക്കാം. I have just endorsed your check and deposited with him as trustee. അപ്പൊ ട്രസ്റ്റി എന്ന രീതിയിൽ ഫ്രാങ്ക് ആമോസ് ആണ് ഈ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അഫക്ഷണലി യുവേഴ്സ് ബിൽ വിൽസൺ, വില്യം ജി വിൽസൺ. ബിൽ വിൽസൺ അവൾക്ക് ഒരു കത്ത് എഴുതാണ്, അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ടും എങ്ങനെയാണ് ലോൺ റീപേയ്മെന്റ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിലെ ബിഗ് ബുക്ക് എഴുതാനായിട്ട് നമുക്ക് കുറെ സ്ട്രഗിൾ ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ആഗ്നസ് മയോ എന്ന് പറയുന്ന ഫിറ്റ്സ് മയോയുടെ ഞാൻ അതിനു മുമ്പ് ഫ്രാങ്ക് മയോ എന്ന് പറഞ്ഞിരുന്നു, സോറി. അപ്പൊ ഫിറ്റ്സ് മയോ എന്നാണ് പേര്. ഫിറ്റ്സ് മയോയുടെ സഹോദരി നൽകിയ പണമാണ്. There are a number of interesting things with noting in this letter. അതിനകത്ത് ഈ കത്തില് പല താല്പര്യമുള്ള ചില വാക്കുകൾ നമുക്ക് ഓർത്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമതായി ബിൽസ് അസംഷൻ ദാറ്റ് ഇറ്റ് വിൽ ബി സിംപ്ലിഫൈ മാറ്റേഴ്സ് if he takes personal responsibility for the loan implies he had earlier assured Agnes that the refund already deposited in the alcoholic fund would stand as security for her loan. അതായത് ബില്ല് ഈ കത്തെഴുതുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഗ്നസിന്റെ ഈ പണത്തിന്റെ റീഫണ്ട് ഓൾറെഡി ആൽക്കഹോളിക് ഫണ്ടിലേക്കാണ് അടച്ചിരിക്കുന്നതെന്നും അവളുടെ ലോണിന് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൂടിയാണ് ഈ കത്തെഴുതുന്നത്. ഫ്രാങ്ക് ആമോസ് ഹാഡ് ഒബ്വിയസ്ലി ഡിസ്ബ്യൂസ്ഡ് ബിൽ ഓഫ് ദിസ് അണ്ടർസ്റ്റാൻഡിംഗ്, പോയിന്റിംഗ് ഔട്ട് ദാറ്റ്
The only possible surety for Agnes' loan would be his personal promise to raise sufficient funds before the loan came due on October 1st. അപ്പൊ ഫ്രാങ്ക് ആമോസ് പറയുന്നത് എന്താണ്? ഫ്രാങ്ക് ആമോസ് പറയുന്നത് ഈ നിന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു ഉറപ്പ് അവക്ക് കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത്, October 1 തിരിച്ചു കൊടുക്കാൻ. വിൽസൺ വാസ് ഓൺസ് അഗെയിൻ സുപ്രീംലി കോൺഫിഡന്റ്. അവന് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായി ഹിസ് ഓൺ എബിലിറ്റീസ് ആസ് എ സക്സസ്ഫുൾ ഫണ്ട് റൈസർ. അപ്പോ അതായത് വീണ്ടും എനിക്ക് ഫണ്ട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ബിഗ് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി ഫണ്ട് കിട്ടാനായിട്ടുള്ള വിജയിക്കുമെന്നുള്ള ഒരു പ്രചോദനം കൂടി ഈ പണം ലഭിച്ചതിൽ അവന് ലഭിച്ചു. ഇൻ ദിസ് ടൈം സ്പെസിഫിക്കലി ഡ്യൂറിങ് ദ നെക്സ്റ്റ് 11 വീക്സ്, അടുത്ത 11 ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് പണം ലഭിക്കുമെന്നൊരു വിശ്വാസം ബിൽ വിൽസന് വന്നു. ഇൻ അഡിക്ഷൻ, അതുകൂടാതെ ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദിസ് വാസ് നൗ എ പേഴ്സണൽ ലോൺ, ഇത് ഒരു സ്വകാര്യ വായ്പയാണ്. ബിൽ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഈസ് ഗ്യാരണ്ടി ഈസ് ജസ്റ്റ് ആസ് എ നെസസറി ഫോർമുല റിഗാർഡിംഗ് ദ മെക്കാനിക്സ് ഓഫ് റീപേയ്മെന്റ്. അപ്പോൾ ബിൽ വിൽസൺ ഇതിന് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഉള്ള റീപേയ്മെന്റ് എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ കത്ത് സൂചിപ്പിക്കുന്നത്. ദിസ് വാസ് നോട്ട് റിയലി എ പേഴ്സണൽ ലോൺ, പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു സ്വകാര്യ ലോൺ അല്ല. ആൻഡ് ദ ചെക്ക് വാസ് നോട്ട് ഗോയിങ് ടു ബി ഡിപ്പോസിറ്റ് ഇൻ ടു വിൽസൺസ് ബാങ്ക് അക്കൗണ്ട്. അത് മാത്രമല്ല, ഈ ചെക്ക് ഒരിക്കലും ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ബിൽ വിൽസന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ല. ഇൻസ്റ്റഡ് ഇറ്റ് വാസ് ബീയിങ് ഹാൻഡഡ് ഓവർ ടു ഫ്രാങ്ക് തോമസ്. ഈ പേഴ്സണലായിട്ട് മേടിച്ച ഈ ചെക്ക് ഫ്രാങ്ക് തോമസിനെ ഏൽപ്പിച്ചു വിത്ത് ആഗ്നസ് ചെക്ക് എൻഡോസ്ഡ് ഓവർ ടു ഹിം. അതായത് അവന്റെ ആഗ്നസ് കൊടുത്ത ചെക്ക് ഫ്രാങ്ക് ട്രസ്റ്റ് എന്ന രീതിയിൽ ഫണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് തോമസിനാണ് കൊടുക്കുന്നത്. ഫ്രാങ്ക് തോമസ് ആരാണ്? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ട്രസ്റ്റിന്റെ ഒരു അംഗമാണ്. അത് കൂടാതെ നമ്മളുടെ ട്രസ്റ്റ് കൂടിയാണ്. ബിൽ വാസ് ബീയിങ് അബ്സല്യൂട്ട്ലി സ്ക്രപ്ലസ് ഇൻ റിലേഷൻ ഓഫ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ദിസ് മണി. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പണം സൂക്ഷിപ്പുകാരനായിട്ടാണ് ഈ സമയത്ത് ബില്ലിനെ കാണാൻ കഴിയും. ഹോപ്പിംഗ് ടു അവോയ്ഡ് എനി പോസിബിലിറ്റി ഓഫ് സം, അതായത് ഏതെങ്കിലും ഒരു കാലത്ത് പിന്നീട് സം ലേറ്റർ ഇൻവെസ്റ്റിഗേറ്റഡ്, അതായത് പിന്നീട് ആരെങ്കിലും അന്വേഷണാത്മകമായിട്ട് ഈ പണം എന്ത് ചെയ്തു, unearthing the story and alleging he had been using his work with alcohols to line his own pockets. അതായത് പിന്നീട് എപ്പോഴെങ്കിലും ഒരാള് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുന്നത് ഇവനെ പറ്റി പഠിക്കാനായിട്ട് വരികയോ ഇവൻ എന്തുകൊണ്ട് ഈ പണം ഇവന്റെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണോ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് തടയിടാൻ തന്നെയാണ് ഈ കത്തെഴുതിയതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓൾസോ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ബിൽസ് പ്രോമിസ് ടു പേ 6% ഇൻട്രസ്റ്റ് ഓൺ ദിസ് ലോൺ. അതുപോലെ തന്നെ 6% പലിശയ്ക്കാണ് ഈ ലോൺ മേടിച്ചിരിക്കുന്നത്. എ ടിപ്പിക്കൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ 1930 വാസ് 3.5%. ആ സമയത്ത് 1938 ബാങ്കിൽ പണം ഇട്ടാൽ ഡിപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 3.5% മാത്രമാണ്. പക്ഷെ 6% പലിശയ്ക്കാണ് ഇദ്ദേഹം. സോ ദിസ് വാസ് ആൻ എക്സലന്റ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഫോർ ആഗ്നസ് മയോ. അതുകൊണ്ട് തന്നെ ആഗ്നസ് മയോയ്ക്കും ഇത്തരം ഒരു പണനിക്ഷേപം വളരെയധികം ചുരുക്കകാലത്ത് വളരെയധികം പണം നേടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറി, അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് മാറി. ആഗ്നസ് വാസ് എ ടഫ് നെഗോഷിയേറ്റർ. പ്രത്യേകിച്ച് ആഗ്നസ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതുള്ള ആളാണെന്ന് ആദ്യമേ പറഞ്ഞു. വളരെ കൃത്യത പുലർത്തുന്ന ഒരു ആളാണ്. നെഗോഷിയേറ്റർ ഓർ ബിൽ വാസ് ജസ്റ്റ് സ്വീറ്റനിങ് ദ ഡീൽ ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ഇസ് അൺനോൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം വളരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബില്ല്, അത് ഇച്ചിരി കൂടി മധുരകരമാക്കാൻ വേണ്ടിയാണ് ബില്ല് ഇത് ചെയ്തത്. ക്യൂരിയസ്ലി, ഫോർ സമ്മൺ വിത്ത് സച്ച് ബിസിനസ് അക്യുമെൻ, ബിൽ വിൽസൺ ഡസ് നോട്ട് സ്പെസിഫൈ പെർ ആനം ആസ് ദ ടൈം ഇൻ ഹിസ് ലെറ്റർ. അപ്പോൾ ഒരു വർഷത്തെ എന്നുള്ള ആ ഒരു പെർ ആനം, ഒരു വർഷത്തെ പലിശ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ലെറ്ററിൽ സൂചിപ്പിച്ചിട്ടില്ല. However, it is unlikely Wilson was promising to pay 6% rate on loan with a term of less than 3 months. അപ്പൊ ആ 3 മാസത്തെ ചുരുങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിന് ആയതുകൊണ്ടാണ് 6% പലിശയ്ക്ക് അദ്ദേഹം പണമെടുക്കാൻ തീരുമാനിച്ചു. മച്ച് മോർ ലൈക്ലി ദ പെർ ആനം ഇസ് എംപ്ലോയ്ഡ് ഹെർ ബേസ്ഡ് ഓൺ ദ കോൺവെർസേഷൻ ഹി ഹാഡ് വിത്ത് ആഗ്നസ് മയോ ഇൻ വാഷിംഗ്ടൺ DC ദ പ്രീവിയസ് മൺഡേ. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ മൺഡേയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച അവളെ വിസിറ്റ് ചെയ്തപ്പോൾ ഈ ആനുവൽ ഇൻകത്തെ പറ്റി പെർ ആനത്തിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ അവൾ ചോദിച്ചും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എ മൈനർ but a final item of interest are the initials WGW. അപ്പൊ വില്യം ജി വിൽസൺ എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അദ്ദേഹം IM ഫോളോയിങ് ദ സിഗ്നേച്ചർ ലൈൻ. അപ്പൊ ഒരു IM എന്ന് കുറിച്ചിട്ടുണ്ട്. ദ ഹോം അഡ്രസ് ലിസ്റ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പേജ്
ഐഡന്റിഫൈ ദിസ് ലെറ്റർ ആസ് കമ്മിങ് ഫ്രം 182 ക്ലിന്റൺ സ്ട്രീറ്റ് ഇൻ ബ്രുക്ലിൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീടിന്റെ അഡ്രസ്സ് എന്താണ്? 182 ക്ലിന്റൺ സ്ട്രീറ്റ്, ബ്രുക്ലിൻ. അതാണ് ബിൽ ഡബ്ല്യുവിന്റെ വീടിന്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ നിന്നാണ് പറയുന്നത് അയച്ചിട്ടുള്ളത്. ബട്ട് ദർ ഇസ് നോ ഫർദർ ഇൻഫോർമേഷൻ അബൌട്ട് ഹൂ ദിസ് ന്യൂ ടൈപ്പിസ്റ്റ് മൈറ്റ് ബി. അപ്പോൾ ആരാണ് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അവിടെ ഒരു സൂചനയില്ല. അറ്റ് ദിസ് ടൈം നൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ന്യൂയോർക്ക് ഗ്രൂപ്പ് ഹാഡ് ദ ഇനിഷ്യൽസ് ഐ എം. ഈ സമയത്ത് ആ ന്യൂയോർക്ക് ഗ്രൂപ്പിൽ ആരും ഐ ആം എന്നുള്ള രീതിയിൽ ആരും എഴുതിയിരുന്നില്ല. നോട്ട് ഡിഡ് എനി ദർ ലാസ്റ്റ് നെയിംസ് ബീങ് വിത്ത് മോർ ദാൻ ഫിറ്റ്സ് മയോ ഹു ഡിഡ് നോട്ട് ടൈപ്പ് ദിസ് ലെറ്റർ ടു ഹിസ് സിസ്റ്റർ. അപ്പോൾ ഫിറ്റ്സ് മയോ ആയിരിക്കില്ല. അതുപോലെ തന്നെ ആ കാലത്ത് ഐ ആം എന്ന് പറഞ്ഞപ്പോ എഴുതുന്ന ടൈപ്പിസ്റ്റിന്റെ പേര് എഴുതുന്നതാണ്. ഐ എം എന്നുള്ളത് ആരാണെന്ന് ചരിത്രകാരന് മനസ്സിലാകുന്നില്ല. Although Bill had previously identified some of his letters is being typed in Brooklyn, this is the first one of provide any clue as to who the mysterious home typist might be. അപ്പോൾ ഇവിടെ ഈ ബിൽ വിൽസൺ ആ സമയത്ത് കുറെ ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട് ആ സമയത്ത് ബ്രുക്ലിനിൽ നിന്ന്. പക്ഷെ ഈ ഐ എം എന്നുള്ള ആ ഒരു വാക്ക് അത് ആരാണ് ആ ടൈപ്പിസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ദാറ്റ് ഒരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഇസ് in substantial that we are left with a little more than a nameless assistant who was helping Wilson with his at home secretarial work. അപ്പോൾ ആരൊക്കെയോ ബിൽ വിൽസനെ ഒരു സെക്രട്ടറി എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതായത് WGM എന്ന് കഴിഞ്ഞതിന് ശേഷം IM എന്നുള്ള ടൈപ്പിസ്റ്റിന്റെ പേര് അതിന്റെ ചുവട്ടിൽ ചേർത്തിട്ടുണ്ട്. ഇറ്റ് ഡസ് വർക്ക് പ്രൊവൈഡ് കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ഇത് നമുക്ക് ഒരു തെളിവ് തരുന്നുണ്ട്. അറ്റ് ദിസ് ടൈം ഈ സമയത്ത് വിൽസൺ ഡിഡ് ഹാവ് റിസോഴ്സസ് അതർ ദാൻ റൂത്ത് ഹോക്ക് ടു ഹെൽപ്പ് ഹിം വിത്ത് ഹിസ് ഒക്കേഷണൽ ടൈപ്പിംഗ് നീഡ്സ്. റൂത്ത് ഹോക്കിനെ കൂടാതെ മറ്റ് ചിലരും അദ്ദേഹത്തിന് ഈ പറയുന്ന ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആഗ്നസ് അക്സെപ്റ്റഡ് ബോത്ത് ബിൽസ് എക്സ്പ്ലനേഷൻ ആൻഡ് ഹിസ് കണ്ടീഷൻ ഫോർ ദ ലോൺ. അപ്പോൾ ആഗ്നസ് മയോ, അതായത് ഫിറ്റ്സ് മയോയുടെ സഹോദരി, ഫിറ്റ്സ് മയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പറാണ്, അത് അവന്റെ സഹോദരിയായിട്ടുള്ള ആഗ്നസ് മയോ ഇവന്റെ കത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം, ലോൺ കണ്ടീഷൻ എല്ലാം സ്വീകരിച്ചു. സൈനിങ് ഹർ നെയിം നെക്സ്റ്റ് ടു അപ്രൂവ്ഡ് ലൈൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലെറ്റർ. അവള് അപ്രൂവ്ഡ് എന്ന് പറയുന്ന ആ ലെറ്ററിന്റെ താഴെയുള്ള ഒരു ഇതിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി സെൻഡിങ് 2 of this contingent copies back to Wilson. കൗണ്ടർ സൈനഡ് കോപ്പീസ് ബാക്ക് ടു വിൽസൺ. അതായത് 2 കത്തുകളിന്റെ അടിയിൽ അങ്ങനെ ഒരു അപ്രൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അവളും അപ്രൂവ്ഡ്, ആ ലൈൻ എഴുതാനായിട്ട് അപ്രൂവ്ഡ് എന്നൊരു പോർഷൻ ഉണ്ട്, ആ ഭാഗത്ത് എഴുതിയിട്ട് വീണ്ടും തിരിച്ചയച്ചു. എ ഫ്ലറി ഓഫ് ലെറ്റേഴ്സ് ദ നെക്സ്റ്റ് ഡേ ബിൽ അബൻഡന്റ് ഹിസ് മിസ്റ്ററി ടൈപ്പിസ്റ്റ് ഇൻ ബ്രുക്ലിൻ ആൻഡ് ട്രാവൽ ടു ന്യൂയോർക്ക് where he dictated at least 8 letters to റൂത്ത് ഹോക്ക്. അപ്പോൾ റൂത്ത് ഹോക്കിന് അദ്ദേഹം അടുത്ത ദിവസം ബില്ല് ബ്രുക്ലിനില് ന്യൂയോർക്ക് എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഓഫീസിലേക്ക് പോവാണ്. അതിനകത്ത് 8 കത്തുകൾ റൂത്ത് ഹോക്കിനെ കാണിക്കുകയാണ്. സെവറൽ ഓഫ് ദിസ് പ്രൊവൈഡ് മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽഡ് വി ഹാവ് അബൌട്ട് ബിൽസ് റോഡ് ട്രിപ്പ് വിത്ത് ഫിറ്റ്സ് മയോ. ഇതിനകത്ത് ഈ കത്തുകളെല്ലാം അവരുടെ ഫിറ്റ്സ് മയോ ആയിട്ടുള്ള റോഡ് ട്രിപ്പിനെ കുറിച്ചുള്ളതാണ്. ബട്ട് വെൻ ടേക്കൺ ടുഗദർ ദേ പ്രൊവൈഡ് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് കൂടാതെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ വണ്ടർഫുള്ളി റിവീലിംഗ് സ്നാപ്ഷോട്ട് ഓഫ് വൺ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ബിൽ വിൽസൺ ആസ് ഹി വാസ് ലിവിങ് ഇറ്റ് ഓൺ ഫ്രൈഡേ July 15, 1938. അപ്പോൾ 1938 ജൂലൈ 15 വെള്ളിയാഴ്ച ബിൽ വിൽസൺ ഒരു സംതിങ് മോർ ഇമ്പോർട്ടൻ്റ്, എ വണ്ടർഫുള്ളി റിവീലിംഗ് സ്നാപ്ഷോട്ട് ഓഫ് വൺ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ബിൽ വിൽസൺ. അപ്പൊ ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് അതിനകത്ത് വിവരിച്ചിട്ടുള്ളത്. ബിൽസ് ഫസ്റ്റ് ലെറ്റർ വാസ് എ സ്ട്രേറ്റ് ഫോർവേഡ് താങ്ക് യു ടു ഡോക്ടർ ലെസ്ലി ഹോക്ക്മൻ അറ്റ് ജോൺസ് ഹോപ്കിൻസ്. അത് ജോൺസ് ഹോപ്കിൻസിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലെസ്ലി ഹോക്ക്മന് എഴുതിയ കത്താണ് ഒന്നാമത്തെ കത്ത്. ടെല്ലിംഗ് ഹിം ഹൗ മച്ച് ഹി അപ്രീഷിയേറ്റഡ് മീറ്റിംഗ് ഹിം ആൻഡ് എക്സ്പ്രസിംഗ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദ വെരി 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 റിയൽ ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ എഴുതിയ 2 അധ്യായത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ആ അനുമോദനങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യത്തിന് ഒരു നന്ദി പ്രകടിപ്പിച്ചിട്ടുള്ള കത്താണ് ഒന്ന്. ദ ഡോക്ടർ ഹാഡ് ഷോൺ ഇൻ ദർ പ്രോഗ്രാം ഓഫ് റിക്കവറി. അതുപോലെ തന്നെ നമ്മളുടെ ഈ വീണ്ടെടുക്കലിന്റെ അല്ലെങ്കിൽ റിക്കവറിയുടെ മോചനത്തിന്റെ ഈ പ്രോഗ്രാമിൽ ഡോക്ടർ കാണിച്ചിട്ടുള്ള ആ താല്പര്യം. വിൽസൺ റിമൈൻഡഡ് ഹോക്ക്മൻ ഓഫ് ഹിസ് ഓഫർ ടു കണ്ടിന്യൂ റിവ്യൂവിംഗ് ആൻഡ്
ക്രിട്ടിക്കിംഗ് ദയർ ബുക്ക്. അതായത് നിങ്ങൾ തീർച്ചയായും അത് ആ കത്തിൽ എഴുതുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഇതിനകത്ത് നിരൂപണം ഉണ്ടാകണം, ഞങ്ങളെ വിമർശിക്കണം. ആസ് വി ഗെറ്റ് ഫർദർ ഓൺ വിത്ത് അവർ റൈറ്റിംഗ്, വീണ്ടും ഞങ്ങൾ എഴുതുന്ന പല കാര്യങ്ങൾക്ക് ഇത് ചെയ്യണം. ആൻഡ് എക്സ്പ്രസ്ഡ് ഹിസ് ഹോപ്പ് ദാറ്റ് ദേഴ്സ് വുഡ് നോട്ട് ജസ്റ്റ് ബി വൺ സൈഡ് അറേഞ്ച്മെന്റ്സ്. അത് ഒരിക്കലും ഒരു വൺ സൈഡഡ് അറേഞ്ച്മെന്റ്സ്, അതായത് നമ്മളോട് താല്പര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്യുന്നത് പോലെ ആയിരിക്കരുത്. നിങ്ങൾ തീർച്ചയായും ഇനി എഴുതാൻ പോകുന്ന ചാപ്റ്ററിനും നിങ്ങൾ ഞങ്ങളെ വിമർശിക്കണം, വായിക്കണം, അതിനൊരു നിരൂപണം തരണം. അതൊരു വൺ സൈഡഡ് അറേഞ്ച്മെന്റ്സ് ആകരുത്. അതായത് ഞാൻ അയച്ചു തരുന്നുണ്ട് എല്ലാം ഓക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു പോലെ ആകരുത്. ബട്ട് ദാറ്റ് ഇറ്റ് വിൽ ടേൺ ഔട്ട് ദാറ്റ് വി ക്യാൻ ബി എ റിയൽ യൂസ് ടു യു ഇൻ സം ഫാഷൻ ഓർ അതർ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ഞങ്ങൾ എഴുതുന്ന മറ്റു ചാപ്റ്ററുകൾക്ക് നിങ്ങൾ ശരിയായ രീതിയിൽ ഇത്തരം വിമർശനങ്ങളും നിരൂപണങ്ങളും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ശൈലിയായിട്ട് ഉപയോഗിക്കും, ഫാഷൻ ഒരു ശൈലിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. But Bill was not about to let this prestigious connection with the Johns Hopkins slip away from him, and he fully intended to continue fostering as a close relation as possible with Dr. Hoban. Bill was not about to let his prestige അതായത് ഈ തരം പ്രസ്റ്റീജിയസ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജോൺസ് ഹോപ്കിൻസിന്റെ ഈ ജോൺ ഹോപ്കിൻസിലെ ഡോക്ടർ ഹോക്മാനുമായിട്ടുള്ള ഈ പരിചയം ഒരിക്കലും വിട്ടുകളയാനായിട്ട് കളയാതിരിക്കാൻ വേണ്ടി തുടർച്ചയായിട്ടുള്ള അവരുടെ ക്ലോസ് റിലേഷൻഷിപ്പ് സൂക്ഷിച്ചു എന്നാണ്, അല്ലെങ്കിൽ ബന്ധം സൂക്ഷിച്ചു എന്നാണ്. താങ്ക് യു ടു ഡോക്ടർ ഹെഡ്ജസ്. അടുത്തത് ആരാണ്? ഡോക്ടർ ഹെഡ്ജസിനൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതുന്നത്. ഹിസ് നെക്സ്റ്റ് ലെറ്റർ വെൻ ടു ഡോക്ടർ ചാൾസ് ഹെഡ്ജസ്. അടുത്ത ഹെഡ്ജസിനൊരു കത്തെഴുതി. സിൻസിയർലി താങ്കിങ് ഹിം ഫോർ ദ ഇൻട്രഡക്ഷൻ ഹി ഹാഡ് എഞ്ചിനീയർഡ് വിത്ത് ദ ടു ഫേമസ് സൈക്കാട്രിസ്റ്റ് അറ്റ് ജോൺസ് ഹോപ്കിൻസ് ആൻഡ് reiterating how pleased he was with the result of their trip to ബാൾട്ടിമോർ. അതായത് ബാൾട്ടിമോറിലുള്ള യാത്രയിൽ ട്രെയിൻ ഇറങ്ങിയതിനു ശേഷമാണ് ചാൾസ് ഹെഡ്ജസിനെ കാണാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹമാണ് ജോൺസ് ഹോപ്കിൻസിലെ രണ്ട് സൈക്കാട്രിസ്റ്റുകളെ ബിൽ ഡബ്ല്യുവിനെ പരിചയപ്പെടുത്തുകയും അവർക്ക് ഈ പുസ്തകത്തിന്റെ ഈ രണ്ട് ചാപ്റ്ററുകൾ കൊടുക്കാനും അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കാനും പറയുന്നത്. അപ്പോൾ അതിനൊരു നന്ദിയായിട്ടാണ് ചാൾസ് ഹെഡ്ജസിന് പറഞ്ഞത്. ചാൾസ് ഹെഡ്ജസ് നമ്മുടെ ഒരു അംഗമാണ്. Wilson also informed him that he had not yet followed upon another contact Charles had provided a Professor Hammond in New York City. അതായത് വിൽസൺ പറയുന്നത് രണ്ടുപേർക്ക് കൊടുത്തു, രണ്ടുപേരുടെ അതിനകത്ത് പ്രൊഫസർ ഹാമണ്ട് ആയിട്ട്, ഇത് ന്യൂയോർക്ക് സിറ്റിയിലെ ഹാമണ്ട് ആയിട്ട് രണ്ടാമത്തെ ആളുമായിട്ട് ഞാൻ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ബിൽ ക്യൂരിയസ് ടു നോ if Hedges had written to Hammond yet and asked if they should bring up on Young's name when taking with the Hammond. പ്രൊഫസർ ഹാമണ്ട് ഇൻ ന്യൂയോർക്ക് സിറ്റി. ബിൽ ഈസ് ക്യൂരിയസ് ടു നോ, അതായത് ബില്ല് താല്പര്യമുള്ളവനായി, ഇഫ് ഹെഡ്ജസ്, അതായത് ഹെഡ്ജസ് ഹാർഡ് റിട്ടൺ ഓഫ് ഹമണ്ട്, ഹമണ്ടിന് ഒരു കത്തെഴുതുമോ, യെറ്റ് ആൻഡ് ആസ്ക് ഇഫ് ഹി ഷുഡ് ബ്രിങ് അപ്പ് ഓൺ യങ് നെയിം വെൻ ടോക്കിംഗ് വിത്ത് ഹമണ്ട്. ഇറ്റ് സ്ട്രൈക്ക് മീ ദാറ്റ് ഹി മൈറ്റ് ബി ആൻ എക്സ്പ്രഷണൽ ഗുഡ് അപ്രോച്ച് ടു മിസ്റ്റർ യങ്, ബട്ട് ഐ do not want to do anything which would disturb your relationship with or which would be reasonable to him. So if you would rather have Mr. Young not to mention, I wish you would let me know. അതായത് അവർക്ക് ഒരു കത്ത് എഴുതാനായിട്ട് ഹെഡ്ജസിനോട് ആവശ്യപ്പെടുകയാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ബിൽ വിൽസൺ നേരിട്ട് പോയിട്ട് കാണുന്നതിനേക്കാളും സുഖമായിട്ട് ഇവിടെ ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിൽ. പക്ഷെ അവരുടെ റിലേഷൻഷിപ്പ്, പരസ്പര ബന്ധത്തിന് അതൊരു വിഘാതമാകരുതെന്നും കൂടി പറയുന്നുണ്ട്. Charles Hedges had obviously dropped Hammond's and Young's names together in the same conversation, and now Bill was wondering if he would use his Hammond connection to get a personal relation to on Young. അപ്പൊ ഈ പറയുന്ന ഡോക്ടറുമായിട്ട് അവരുടെ വ്യക്തിപരമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ ഇൻട്രഡക്ഷൻ, അതായത് ഞങ്ങളെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കണം. മെൻഷൻ ഓഫ് ഓൺ യങ്സ് നെയിം here attests to Wilson's grand vision for approaching the most prominent millionaire in New York City for contribution. അതായത് ബില്ലിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഓൺ യങ്സ് എന്ന് പറയുന്ന സൈക്കാട്രിക് ഡോക്ടറുമായിട്ടുള്ള ബന്ധത്തിലൂടെ ന്യൂയോർക്ക് സിറ്റിയിലെ ധനികരായിട്ടുള്ള ആളുകൾക്കിടയിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും പണം ലഭിക്കും, അതായത് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. Having successfully secured at least some money from the richest man in America.
അമേരിക്കയിലെ ധനികരായ ചില ആളുകളിൽ നിന്ന് പണം ലഭിക്കാനായിട്ട് അത് നമ്മളെ വിജയകരമായി വിജയിക്കും. It seemed perfectly logical to Bill that he should continue his fundraising effort by making direct appeals to other men who sat very near the pinnacle of the country's economic pyramid. അതായത് ആ രാജ്യത്തെ ധനികരായിട്ടുള്ള മനുഷ്യര്, എക്കണോമിക് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു ധനത്തിന്റെ മുകളിൽ, പിരമിഡിന്റെ മുകളിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് ഡയറക്റ്റ് ചെല്ലുന്നതിനേക്കാളും എളുപ്പമുണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ചെല്ലുന്നത്. അതായത് അവരുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞിട്ട്. ഓൺ ഡി യങ് വാസ് എക്സാക്ട്ലി ദാറ്റ് കൈൻഡ് ഓഫ് മാൻ. അപ്പൊ ഈ പറയുന്ന ഈ ഡോക്ടർ ഓൺ ഡി യങ് എന്ന് പറയുന്ന ആള് അങ്ങനത്തെ ഒരു മനുഷ്യന്. ഹി ഹാഡ് ക്രിയേറ്റഡ് ദ റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക, RCA. അദ്ദേഹം റേഡിയോ കോർപ്പറേഷൻ ഓഫ് അമേരിക്ക രൂപീകരിച്ച ആളാണ്. 1919 ഹെൽപ്ഡ് ഫൗണ്ട് ദ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, NBC എന്ന് പറയുന്ന 1920 തുടങ്ങിയ 1920 മധ്യത്തിൽ തുടങ്ങിയ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തുടങ്ങിയ ആളാണ്. ആൻഡ് ഹാഡ് ബീൻ സിറ്റിംഗ് ഓൺ ദ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഫോർ ദ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ സിൻസ് 1928. 1928 മുതൽ ഈ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ അംഗം കൂടിയാണ്. ഇൻ 1932 യങ് വാസ് ഈവൻ കൺസിഡേർഡ് എ സ്ട്രോങ് ഡാർക്ക് ഹോഴ്സ് കാൻഡിഡേറ്റ് ഫോർ ദ ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ ഡോമിനേഷൻ. അതായത് ഡെമോക്രാറ്റിക് രാഷ്ട്രീയ വിഭാഗത്തിലെ പ്രസിഡൻഷ്യൽ നോമിനേഷനിൽ പോലും വന്ന ആളാണ്. കറുത്ത കുതിരയാണ്, ഡാർക്ക് ഹോഴ്സ്, കറുത്ത കുതിര കൂടിയാണ് യങ് എന്ന്. ആൻഡ് ഹോണർ ദാറ്റ് കോൺഫിഡൻസ് ഹി കുഡ് എൻലിസ്റ്റ് ഹിം ടു ഇൻ ദെയർ കോസ് once he was given the chance to make a appeal based on the 2 chapters from his book. അപ്പോൾ ഞങ്ങൾ എഴുതിയ ഈ ബുക്കിന്റെ 2 ചാപ്റ്റർ വെച്ചുകൊണ്ട് അവനുമായിട്ട് ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ ദിസ് ന്യൂ ടെസ്റ്റിമോണി ഹി ഹാഡ് ജസ്റ്റ് റിസീവ്ഡ്. അതായത് ഈ ഡോക്ടർ ഹെഡ്ജേഴ്സിനോട് പറഞ്ഞു, നീ സ്വീകരിച്ച ഈ 2 ഇതുമായിട്ട് ഈ പറയുന്ന യങ്ങുമായിട്ട് ഒന്ന് ബന്ധപ്പെടാമോ? ആൻഡ് ദ ഫാക്ട് ദാറ്റ് ദേ ഹാഡ് ഓൾറെഡി സോബർഡ് അപ്പ് എ റിമാർക്കബിൾ നമ്പർ ഓഫ് മെൻ. അതുകൂടാതെ ധാരാളം മനുഷ്യർ ഈ പ്രോഗ്രാം വെച്ചിട്ട് സോബറായെന്ന് കൂടി അവരോട് പറയണം. ബിൽ അഷ്വേർഡ് ചാൾസ് ഹെഡ്ജസ്, അതായത് ചാൾസ് ഹെഡ്ജസിനോട് പറയാണ്, ഉറപ്പ് കൊടുക്കണം, ദാറ്റ് ഇഫ് ദർ വെയർ എനി ഒബ്ജക്ഷൻ ടു ഹിം ആസ്കിങ് ഹാമൻഡ് ഫോർ ആൻ ഇൻട്രൊഡക്ഷൻ ടു യങ് ഓൺ യങ്, ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഓൺ യങ്ങുമായിട്ട് ഹാമൻഡ് വഴി ഒരു ഇൻട്രൊഡക്ഷൻ പരിചയപ്പെടുത്താൻ നിനക്ക് മടിയുണ്ടെങ്കിൽ ഇറ്റ് വുഡ് നോട്ട് ബി എ പ്രോബ്ലം, അതൊരു പ്രശ്നമല്ല. വി ഹാവ് അതർ അപ്രോച്ചസ് ടു ഹിം, ഞങ്ങൾ വേറെ രീതിയിൽ അവനെ ബന്ധപ്പെട്ട് കൊള്ളാം. ഹി നോട്ടഡ് കോൺഫിഡൻ്റ്ലി, അതുകൂടാതെ അവൻ ആത്മവിശ്വാസത്തോടെ എഴുതി. ഒബ്വിയസ്ലി വിൽസൺ വാസ് അവെയർ ഓഫ് യങ്സ് പൊസിഷൻ ആസ് എ ട്രസ്റ്റി ഓഫ് ദ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ട്രസ്റ്റിയാണ് യങ് എന്ന് അവന് ഈ പറയുന്ന വിൽസൺ അറിയാം. ആൻഡ് ഹി വാസ് ഈക്വലി കോൺഫിഡൻറ്റ് വിത്ത് വില്ലാർഡ് റിച്ചാർഡ്സൺ. അതുപോലെ തന്നെ നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ വില്ലാർഡ് റിച്ചാർഡ്സണുമായിട്ട് അവന് നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം വഴിയും അവനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. വുഡ് ബി ഏബിൾ ടു ഫെസിലിറ്റേറ്റ് ആൻ ഇൻഡക്ഷൻ ഫോർ ഹിം ഷുഡ് ദാറ്റ് പ്രൂവ് നെസസറി. അപ്പോൾ നമുക്ക് ബിൽ വിൽസന് വീണ്ടും അവനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ ഹെഡ്ജസിനോട് പറയുകയാണ്, ഈ പറയുന്ന ഹാമൻഡ് വഴി, ഹാമൻഡ് എന്ന് പറയുന്ന ഡോക്ടർ വഴി ഈ യങ്ങുമായിട്ടുള്ള ബിസിനസ്സുകാരനായിട്ടുള്ള യങ്ങുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ഓവൻ യങ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് 2ാമത്തെ കത്ത്. കീപ്പിംഗ് ദ ന്യൂയോർക്ക് ഗ്രൂപ്പ് ഇൻ ദ ലൂപ്പ്. In an effort to keep the Rockefeller Group well informed about all his activities and as closely involved in their program as possible, Bill's next 3 letters were sent to Albert Scott, Willard Richardson and Frank Amos. അപ്പോൾ റോക്ക്ഫെല്ലർ ഗ്രൂപ്പിനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ബുക്കിന്റെ കാര്യത്തിൽ ബിൽ വിൽസൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ പ്രോഗ്രസ് ആണ് ഇതിനകത്ത് വരുന്നതെന്ന് ബില്ല് അറിയിക്കുന്നതിലേക്കായി അടുത്ത 3 കത്തുകള് അദ്ദേഹം എഴുതിയത് ആൽബർട്ട് സ്കോട്ടിനും വില്ലാർഡ് റിച്ചാർഡ്സനും ഫ്രാങ്ക് ആമോസിനും ആയിട്ടാണ്. അപ്പൊ ഫ്രാങ്ക് ആമോസിന്റെ സഹോദരി എന്നാണ്, ഫ്രാങ്ക് ആമോസ് അല്ല, മറ്റേ ഫിറ്റ്സ് മയോയുടെ സഹോദരി എന്നാണ് കത്ത് എഴുതിയ. അപ്പൊ അവർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതുകൂടാതെ ഹെഡ്ജസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. 3 ലെറ്ററുകൾ ആൽബർട്ട് സ്കോട്ട്, വില്ലാർഡ് റിച്ചാർഡ്സൺ, ഫ്രാങ്ക് ആമോസിനും കൊടുക്കുന്നുണ്ട്. 3 കത്തുകൾ. ദ ഫസ്റ്റ് ഓഫ് ദിസ് വെന്റ് ടു സ്കോട്ട്. ആദ്യത്തെ കത്ത് എഴുതുന്നത് ആൽബർട്ട് സ്കോട്ടിനാണ്. അതിനടുത്തൊരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ there are no further details provided about പ്രൊഫസർ ഹാമൻഡ്. പ്രൊഫസർ ഹാമൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പിന്നെ നമുക്ക് ലഭ്യമല്ല. Here or elsewhere, but he is a most likely doctor
Graham Harman, an American neurologist and sportsman who advocated for physical exercise as a treatment of nervous disorders. അതായത് പിന്നീട് അദ്ദേഹം അമേരിക്കൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഹാമൻഡുമായിട്ട്, ഡോക്ടർ ജിം ഹാമൻഡുമായിട്ട്, അതുപോലെ അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ കൂടിയാണ്. ചെറിയ ചെറിയ ഫിസിക്കൽ എക്സസൈസ്, ശാരീരിക വ്യായാമം, നെർവസ് ഞരമ്പുകൾക്കുണ്ടാകുന്ന, ന്യൂറോൺസിനുണ്ടാകുന്ന നെർവസ് ഡിസോർഡേഴ്സിന് സഹായിക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഹാമൻഡ് വാസ് പ്രൊഫസർ ഓഫ് nervous and mental disease at the NYU School of Medicine throughout his entire professional career and was in addition. അതായത് ഹാമൻഡ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം നെർവസ് മെന്റൽ ഡിസീസിന്, അതായത് മാനസികവും ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസിന്, അസുഖങ്ങൾക്ക് NYU സ്കൂൾ ഓഫ് മെഡിസിൻ ത്രൂ ഔട്ട് ഹിസ് എൻ്റയർ പ്രൊഫഷണൽ കരിയർ. അപ്പൊ അദ്ദേഹം ഒരു പ്രൊഫസർ കൂടിയായിരുന്നു. ഇൻ അഡീഷൻ, അത് കൂടാതെ ഒളിമ്പിക് ഫെൻസർ, a very elastic sports at that time. ഒളിമ്പിക് ഫെൻസർ കൂടിയായിരുന്നു. Who was, according to the United States Fencing Hall of Fame, generally regards as the father of American fencing. Named Wikipedia article. Fencing generally regarded as the father of American fencing. Fencing എന്ന് പറഞ്ഞ സ്പോർട്സ് ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അമേരിക്കയിലെ ഒരു സ്പോർട്സ് ആണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പൊ ഒളിമ്പിക്കിന്റെ ഇതായിരുന്നു. ഫെൻസർ എന്നാണ് ഇതിന്റെ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ബന്ധപ്പെടാനായിട്ട് അദ്ദേഹം ശ്രമിച്ച ആള് ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഒരു പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഹാമൻഡുമായിട്ട് പിന്നീടുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് തെളിയുന്നില്ല എന്നാണ് ഒരു ഫുട് നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഫ്രാങ്ക് ആമോസിനൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ആൽബർട്ട് സ്കോട്ടിനും വില്ലാർഡ് റിച്ചാർഡ്സനും ഫ്രാങ്ക് ആമോസിന് എഴുതിയ കത്തിലേക്ക് പോകാം. ദ ഫസ്റ്റ് ഓഫ് ദിസ് വണ്ട് ടു സ്കോട്ട്. ആൽബർട്ട് സ്കോട്ടിനാണ് ആദ്യത്തെ കത്ത് പോകുന്നത്. താങ്കിങ്, നന്ദി പറഞ്ഞുകൊണ്ടാണ് കത്ത് പോകുന്നത്. ഹിം ഫോർ ദ ഫൈൻ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഹി ഹാഡ് സെൻഡ് ദം, അഷുറിംഗ് ഹിം ഇറ്റ് വുഡ് ബി യൂസ്ഡ് ഡിസ്ക്രീറ്റ്ലി ആൻഡ് വിത്ത് റിഗാർഡ് ടു ഗുഡ് ടേസ്റ്റ്. അതായത് അദ്ദേഹം അത് പറയുന്നത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനും. സ്കോട്ട്സ് ലെറ്റർ ഹാഡ് ബീൻ മെയിൽഡ് ഓൺ July 1st. ജൂലൈ 1-ാം തീയതിയാണ് കത്ത് എഴുതുന്നത്. ബിൽ ഓൾസോ മേഡ് ദ നെസസറി അപ്പോളജീസ് ഫോർ ഹിസ് ഡിലേഡ് റെസ്പോൺസ്. അദ്ദേഹത്തിന്റെ താമസിച്ചിട്ടുള്ള ഈ പറയുന്ന മറുപടി കത്ത് താമസിച്ചു പോയി എന്നുള്ളതിന് ആദ്യമേ മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എക്സ്പ്ലെയിനിങ് ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് ടൗൺ റീസെന്റ്. അദ്ദേഹം നഗരത്തിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. ബിൽ ദെൻ പ്രൊഫ്യൂസ്ലി താങ്ക്ഡ് സ്കോട്ട് ആൻഡ് ഹിസ് അസോസിയേറ്റ് ഫോർ ദ മണീസ് യു ഹാവ് പ്ലേസ്ഡ് അറ്റ് അവർ disposal, the length of which you have gone to look up after our needs, and the spirit in which these things have been done. അതായത് ആടെ എല്ലാം റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് പണം ലഭിക്കുന്നുണ്ട്. ആ പണത്തിനൊക്കെ ഉള്ള നന്ദി സൂചകമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി നീ തരുന്ന ഈ ആത്മവിശ്വാസത്തിനും സ്പിരിറ്റിനും ഒക്കെ നന്ദി പറയുന്നുണ്ട്. വിൽസൺ കുഡ് ഹാർഡ്ലി ഹാവ് ബീൻ മോർ ജനറസ് ഇൻ ഹിസ് പ്രൈസ് ഓഫ് സ്കോട്ട്. അപ്പൊ അദ്ദേഹം സ്കോട്ടിനെ കൂടുതൽ പ്രൈസ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ റോക്ക്ഫെല്ലർ സർക്കിൾ, ദേ were after all the solid foundation upon which he was hoping to build a broad network of other wealthy supporters and donors. അത് അപ്പൊ റോക്ക്ഫെല്ലർ സർക്കിളിലെ മറ്റാളുകളെ പോലെ തന്നെ സ്കോട്ടിനെയും നന്നായി പ്രൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ, ഒരു ഉറപ്പായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കാനായി മറ്റ് നെറ്റ്വർക്കുകൾ, അതായത് നമ്മുടെ പണം തരുന്ന ധനികരായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു ബ്രോഡ് നെറ്റ്വർക്ക്, ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണത്. സ്കോട്ട്സ് ബ്രീഫ് ലെറ്റർ ഓഫ് ഇൻട്രഡക്ഷൻ, മൾട്ടിപ്പിൾ കോപ്പീസ് വെർ സപ്ലൈഡ്. അപ്പൊ ധാരാളം സ്കോട്ടിന്റെ കത്തിന്റെ കോപ്പികൾ ധാരാളമായിട്ട് വൗച്ച്ഡ് ഫോർ ഹിസ് ഫെയ്ത്ത് ഇൻ ദ ന്യൂ മൂവ്മെന്റ് മേക്കിംഗ് ഇൻ എ വാല്യുബിൾ പ്രൈസ് ഓഫ് പേപ്പർ ഇൻ ന്യൂയോർക്ക് സിറ്റി ഇൻ 1938. 1938 വാല്യുബിൾ പീസ് ഓഫ് പേപ്പർ ഇൻ ന്യൂയോർക്ക്. അപ്പൊ ഒരു വലിയ ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ഒരു പീസ് ഓഫ് പേപ്പർ ആയിട്ട് അത് നമ്മുടെ പുതിയ മൂവ്മെന്റിനെ കാണാം. നമ്മുടെ ശൈശവ ദശയിലുള്ള നമ്മുടെ മൂവ്മെന്റിന്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണാം. വൺ ദാറ്റ് വുഡ് ഷുവർലി ഓപ്പൺ എ നമ്പർ ഓഫ് ഇമ്പോർട്ടന്റ് ഡോർസ്. അത് തീർച്ചയായും അനേകം വാതിലുകൾ തുറക്കും. അലോയിങ് ബിൽ ഫിറ്റ്സ് ആൻഡ് ഹാങ് ടു മേക്ക് ദെയർ അപ്പീൽസ് ഡയറക്ട്ലി ടു സം ന്യൂയോർക്ക് സിറ്റീസ് മോസ്റ്റ് എലൈറ്റ് സിറ്റിസൺസ്. അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ വളരെ ഉന്നതരായിട്ടുള്ള പൗരന്മാർക്കിടയിൽ ഈ കത്ത് തീർച്ചയായും ബില്ലിനെയും ഫിറ്റ്സിനെയും ഹാങ്കിനെയും സഹായിക്കും അവരുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ. ലോക്ക്വുഡ് ഗ്രീൻസ് എഞ്ചിനീയേഴ്സ് ഏജൻസി,
അതായത് ലോക്ക്വുഡ് ഗ്രീൻസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നവർക്കും ജൂലൈ 1, 1938 ടു ഹും ഇറ്റ് മേ കൺസേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. ദിസ് വിൽ ഇൻട്രൊഡ്യൂസ് വില്യം ജിംസ് ജെഫ്രി മയോ ഹെൻറി ജി അതായത് ഇവര് സ്കോട്ട് തിരിച്ച് കത്ത് എഴുതി കൊടുക്കുകയാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആൽബർട്ട് എൽ സ്കോട്ട് പ്രസിഡന്റ് ആണ് ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ. അപ്പൊ ആ കത്ത് എഴുതി കൊടുക്കുകയാണ്. അതായത് ഈ ഹാങ്കിനെയും ബില്ലിനെയും ഫിറ്റ്സ് മയോയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് these men are part of the fellowship of 100 ex-alcoholics who have recovered on basis which involves aspects in new is new. പുതിയ തരത്തിലുള്ള ഒരു പുതിയ തലത്തിലുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യർ 3 പേരും അല്ലെങ്കിൽ 100 പേരടങ്ങിയ ഈ മനുഷ്യരെല്ലാം മുൻകാല കുടിയന്മാരായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഹാഡ് ബീൻ പ്രൊനൗൺസ്ഡ് മെഡിക്കലി ഇൻക്യൂറബിൾ. അവരെല്ലാവരും വൈദ്യശാസ്ത്രപരമായിട്ട് സുഖപ്പെടില്ല എന്ന് പറഞ്ഞവരാണ്. ഐ ഹാവ് ഫോളോഡ് ദെയർ വർക്ക് വിത്ത് മച്ച് ഇൻട്രസ്റ്റ്. ഞാൻ അവരുടെ വർക്ക് അല്ലെങ്കിൽ ജോലിയെ ഞാൻ പിന്തുടരുന്നുണ്ട്. ആൻഡ് നോ പേഴ്സണലി ദാറ്റ് ദിസ് മെൻ ഹാവ് സൗണ്ട് മെഡിക്കൽ എൻഡോഴ്സ്മെന്റ്. അവർക്ക് തീർച്ചയായും ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ഐ ഗ്ലാഡ്ലി വൗച്ച് ഫോർ വാട്ട് ദേ മേ സേ ടു യു. അപ്പൊ ഞാൻ അവര് പറയുന്ന കാര്യങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണമെന്നാണ് ആൽബർട്ട് എൽ സ്കോട്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതുന്നത്. അപ്പൊ ഈ ലേക്ക്വുഡ് ഗ്രീൻ എഞ്ചിനീയർ അയൻസ് 30 റോക്ക്ഫെല്ലർ പ്ലാസ ന്യൂയോർക്ക് എന്ന് പറയുന്ന അവരുടെ ബിൽഡിങ്ങിന്റെ അഡ്രസ് വെച്ചിട്ടാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആൽബർട്ട് എൽ സ്കോട്ട് ഇവർക്ക് കത്ത് കൊടുക്കുകയാണ്. അതായത് ധനികരായിട്ടുള്ള അന്നത്തെ കാലത്തെ ധനികരായിട്ടുള്ള ന്യൂയോർക്കിലെ പൗരന്മാരായിട്ടുള്ള കത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പണം ലഭിക്കാൻ വേണ്ടി. ഇറ്റ് ഷുഡ് ബി പോയിന്റഡ് ഔട്ട് ദാറ്റ് ദിസ് ക്ലെയിം ഓഫ് സക്സസ് ഫോർ 100 ex alcoholics, അതായത് ഇവിടെ പറയുന്നുണ്ട് 100 ആളുകൾ, മുൻകാല കുടിയന്മാരായ 100 ആളുകൾ എന്ന് പറയുന്നുണ്ട്. ബൈ ജൂലൈ 1, 1938 ഈസ് ആൻ ഇൻഫ്ലേറ്റഡ് നമ്പർ മോർ ഗുഡ് മാർക്കറ്റിംഗ് ദാൻ an accurate reflection of the true number of sober AA members at that point. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇത് ഊതി വീർപ്പിച്ച ഒരു നമ്പറാണ്. 1938 ആയപ്പോഴത്തേക്കും നമുക്ക് 100 പേരുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ തന്നെയും ഇത് കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇതൊരു ഊതി വീർപ്പിച്ച നമ്പർ ആണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ വർത്ത് നോട്ടിംഗ് ദാറ്റ് 100 is the number constantly and consistently bandied about without any increase with whatsoever for the next 9 months. അപ്പോൾ അടുത്ത 9 മാസത്തിനുള്ളിൽ മാത്രമാണ് ഈ 100 ആയിട്ടുള്ള ഒരു ആളുകൾ നമ്മളിലേക്ക് വന്നെങ്കിൽ പോലും അത് ആ ഒരു നമ്പറിലാണ് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് അപ്പ് അൻറ്റിൽ ദ ഡേ ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ഏർലി ഏപ്രിൽ. തീർച്ചയായും ഏപ്രിൽ 9, 1939 നമ്മുടെ ബുക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ് 100 പേർ വരുന്നത്. ടു അക്സെപ്റ്റ് ദ ആക്യുറസി ഓഫ് ദിസ് നമ്പർ ഓൺ ജൂലൈ 1 is to believe that no further recoveries were made during the following 9 months. അതായത് അടുത്ത 9 മാസം, ജൂലൈ 1, 1938 കത്ത് എഴുതുമ്പോൾ 100 മെമ്പർ എന്ന് പറയുന്നതിനുണ്ടെങ്കിലും പിന്നീട് ഒരു 9 മാസത്തിന് ശേഷമാണ് അത്തരം ഒരു നമ്പറിലേക്ക് നമ്മുടെ ഫെലോഷിപ്പ് എത്തിയത്. Or that Bill Wilson constantly disregarded all of the additional numbers gained between July and April equally unlikely. അപ്പൊ ബിൽ വിൽസൺ ഈ പറയുന്ന ഒരു നമ്പർ എപ്പോഴും ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. 100 is much more believable as the number of the successful recoveries by the time the book. അതായത് 100 നമ്പർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിശ്വസനീയമായിട്ടുള്ള നമ്പർ കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു വിജയസാധ്യതയുള്ള വീണ്ടെടുക്കലിന് വിജയസാധ്യതയുള്ള ഒരു നമ്പർ കൂടിയാണ്. ബുക്കിന്റെ പ്രശ്നം, ബുക്ക് വാസ് പബ്ലിഷ്ഡ്, അതായത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് ഓൾദോ ഈവൻ ദിസ് ഹാസ് ബീൻ ചലഞ്ചഡ്, ഒരു പക്ഷേ ഇതൊരു വെല്ലുവിളി നിറഞ്ഞത് കൂടിയാണ് 100 നമ്പർ. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ദ സ്റ്റോറി 100 ex alcohol was more smart marketing than any kind of accurate reflection of reality. വസ്തുത എന്തായാലും ഇതിനകത്ത് വസ്തുത എന്ത് തന്നെയായാലും ഈ പറയുന്ന 100 ആൽക്കഹോളിക് എന്ന് പറയുന്നത് തന്നെയാണ് മാർക്കറ്റിംഗ് സ്കില്ലാണ്. അതായത് നമ്മുടെ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി പണസമ്പാദനത്തിനുള്ള ഒരു മാർക്കറ്റിംഗ് സ്കില്ലായി അവർ ഉപയോഗിച്ചു എന്ന് വേണം, കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്കിൽ എന്നാണ് പറയുന്നത്. ബിൽ ആൻഡ് റൂത്ത് ടൈപ്പ് അപ് 2 extra
കോപ്പീസ്, അതായത് ബില്ലും റൂത്തും കൂടി 2 കോപ്പികൾ കൂടി ലെറ്റർ ടു ആൽബർട്ട് സ്കോട്ട് ആൻഡ് സെൻഡ് ദിസ് അലോങ് വിത്ത് ദിസ് ലെറ്റർ ടു വില്ലാർഡ് റിച്ചാർഡ്സൺ. അപ്പൊ ആ കോപ്പി തന്നെ വീണ്ടും വില്ലാർഡ് റിച്ചാർഡ്സൺ കൂടി അയക്കുന്നുണ്ട്, ആസ്കിങ് ദാറ്റ് ദ എക്സ്ട്രാ കോപ്പി ഹി പാസ്ഡ് ഓൺ ടു ലീറോയ് ചിപ്മാൻ. അതുകൊണ്ട് തന്നെ ഈ കോപ്പി ലീറോയ് ചിപ്മാനും കൊടുക്കണമെന്ന് പറയുന്നത്. വിൽസൺ ഓൾസോ റിപ്പീറ്റഡ് ഹിസ് ഇൻവൈറ്റേഷൻ ടു ദ 3 റെപ്പുലർ മെൻ വൺ ആൻഡ് ഹാഡ് ഒബിയസ്ലി മേഡ് സെവറൽ ടൈംസ് ബിഫോർ. അപ്പൊ ബിൽ വിൽസൺ ഈ പറയുന്ന പല റോഫലർമാൻസിന്റെ അല്ലെങ്കിൽ റോഫലറിലെ അംഗങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. എന്താണ്, ലെറ്റ് മീ സേ അഗെയിൻ ദാറ്റ് വി ഷുഡ് ലൈക്ക് ടു ഹാവ് യുവർ സെൽഫ് മിസ്റ്റർ ചിപ്മാൻ ആൻഡ് മിസ്റ്റർ കോട്ട് കം ടു എനി ഓർ ഓൾ ഓഫ് അവർ ട്യൂസ്ഡേ നൈറ്റ്, അതായത് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന അവരുടെ മീറ്റിംഗിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ഗാദറിംഗ് വിത്തൗട്ട് വെയിറ്റിംഗ് ടു ബി ആസ്ക്ഡ്, അതായത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. ആ മീറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും കടന്നു വരാൻ പറ്റിയ മീറ്റിംഗ് ആണ്. അതിനകത്ത് വെയിറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല. സെറ്റിൽ ഇൻ ദ കേസ് ഓഫ് യു ജെന്റിൽമാൻ വി ഷാൽ ഗ്ലാഡ്ലി വെയ്വ് ദ ഹെവി ഡ്രിങ്കിങ് ദാറ്റ് ദ ക്വാളിഫൈഡ് ആസ് ഫോർ ആൽക്കഹോളിക് അനോണിമസ് ബൈ കോമൺ കൺസെന്റ്. You gentlemen are in the fold. We think you are one of us and there are no honorary members. അപ്പൊ നിങ്ങൾ ഞങ്ങളിൽ ഒരാൾക്കാർ തന്നെയാണ്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പറയുന്ന മെമ്പർഷിപ്പിന് നമുക്കറിയാം മദ്യപിക്കണമെന്നുണ്ട്, പക്ഷെ ഹെവി ഡ്രിങ്കിങ് ആയിരിക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളിൽ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഞങ്ങളോടൊപ്പം ചേർന്ന് ചൊവ്വാഴ്ചത്തെ രാത്രിയിലെ മീറ്റിംഗിൽ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. ദ കാഷ്വൽ യൂസ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഹിയർ പ്രൊവൈഡ് കോൺക്രീറ്റ് എവിഡൻസ് so that this new name had decisively entered the vocabulary of the New York Fellowship in the 6 short weeks since the first appearance in Hank's Ideas and There is a Solution. അതായത് ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഹാങ്കിന്റെ ആശയങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 8 പേജ് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ചു. ആ ഹാങ്കിന്റെ ഐഡിയയിൽ ഒരു ഐഡിയയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോ ന്യൂയോർക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ന്യൂയോർക്കിലെ നമ്മുടെ കൂട്ടായ്മ ഫെലോഷിപ്പ് തീർച്ചയായും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കോൺക്രീറ്റ് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഇവർക്ക് എഴുതിയ കത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ചേർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ Bill then had Ruth type up yet another copy of his letter to Albert Scott and he sent this one to Frank Amos. അപ്പൊ ഫ്രാങ്ക് ആമോസിന് അയച്ച പോലെ തന്നെ ആൽബർട്ട് സ്കോട്ടിന് അയച്ച പോലെ ഫ്രാങ്ക് ആമോസിന് ഒരു കത്ത് എഴുതി. ദർ വാസ് നോ നീഡ് ടു എക്സ്റ്റെൻഡ് എ ട്യൂസ്ഡേ നൈറ്റ് ഇൻവിറ്റേഷൻ ടു ആമോസ്. അതുകൊണ്ട് ചൊവ്വാഴ്ച രാത്രിയിലെ മീറ്റിംഗിൽ ഒരു ഇൻവിറ്റേഷൻ ആമോസിന് അയക്കേണ്ട കാര്യമില്ല. ഹി വാസ് ഓൾറെഡി ക്ലോസ് ഇനഫ് ടു വിൽസൺ ആൻഡ് ഹാങ്പി. കാരണം ഹാങ്പിയും വിൽസണുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരു ആളാണ് ഫ്രാങ്ക് ആമോസ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കത്ത് എഴുതേണ്ട കാര്യമില്ല. ടു ഹാവ് അക്സെപ്റ്റഡ് ദെയർ ഓഫർ ടു വിസിറ്റ് ദ വീക്ക്ലി മീറ്റിംഗ് ഓർ മോർ ദാൻ വൺ ഒക്കേഷൻ, അതായത് ഒരു പ്രാവശ്യം അതിൽ 1-2 പ്രാവശ്യം അദ്ദേഹം ആ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. യൂഷ്വലി ബ്രിങ്ങിങ് ഹിസ് വൈഫ് വിത്ത് ഹിം, പലപ്പോഴും അവന്റെ ഭാര്യയുമായിട്ട് അവൾ അത് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഫ്രാങ്ക് വാസ് മച്ച് മോർ ഇൻവോൾവഡ് ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ ഫെലോഷിപ്പ് അറ്റ് ദിസ് പോയിന്റ്. ഇവിടെ വെച്ചിട്ട് ഫ്രാങ്ക് ആമോസ് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. റിസീവിംഗ് റെഗുലർ ഓഫീസ് വിസിറ്റ് ഫ്രം ബോത്ത് മെൻ. അപ്പൊ 2 മനുഷ്യരോടൊപ്പം നമ്മുടെ ഓഫീസിലും അയാൾ സന്ദർശിച്ചിട്ടുണ്ട്. സോ ബിൽസ് ലെറ്റർ focused on a recent and very exciting development in their plans to spread the program beyond the confines of just Akron and New York. അപ്പോൾ ന്യൂയോർക്കിലും അക്രോണിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യേണ്ട, ഇത് വ്യാപിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യത എക്സൈറ്റിംഗ് ഡെവലപ്മെന്റ്, അതായത് വികസനം, അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ വികസനത്തിന് കൂടിയാണ് ഈ പറയുന്ന ലെറ്ററുകൾ സൂചിപ്പിക്കുന്നത്. മറ്റു പലർക്കും കത്തുകൾ എഴുതുക, മറ്റു ധനികരായ ആളുകളെ കണ്ട് നമ്മൾക്ക് പണത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുക. ഡിയർ ഫ്രാങ്കിന്റെ ഒരു കത്ത്, ഐ ആം എൻക്ലോസിംഗ് എ കോപ്പി ഓഫ് അവർ ലെറ്റർ താങ്ക്സ് ടു മിസ്സസ് സ്കോട്ട്. അപ്പൊ മിസ്സസ് സ്കോട്ടിനെ അഭിനന്ദിച്ചിട്ടുള്ള ഒരു കത്തിന്റെ കോപ്പി ഞങ്ങൾ വെക്കുകയാണ്. ജസ്റ്റ് റിസീവ്ഡ് ആൻ എന്തൂസിയാസ്റ്റിക് ലെറ്റർ ഫ്രം അവർ സ്പ്രിംഗ്ഫീൽഡ് പ്രൊട്ടേജ് വിച്ച് ഈസ് ഓൾസോ എൻക്ലോസ്ഡ് ആൻഡ് കോപ്പി ഓഫ് മൈ റിപ്ലൈ. അപ്പം ആൽബർട്ട് സ്കോട്ടിന്റെ കത്തും അതോടൊപ്പം എന്റെ മറുപടി ആകും. There are 2 letters will give you a clear idea of how thing takes root and how it is likely to spread. അതായത് നമ്മളുടെ ഈ ആശയങ്ങൾക്ക് എത്രമാത്രം വേരോടിയെന്നും എത്രമാത്രം വ്യാപിപ്പിച്ചു എന്നും ഈ കത്തുകൾ സൂചിപ്പിക്കും. It is just a question of getting live right wires of his discussion into action throughout the country. അപ്പം രാജ്യം മുഴുവനുമായിട്ട്
അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ മതി ഞങ്ങൾക്ക് രാജ്യം മുഴുവൻ വ്യാപിക്കാൻ. ആൻഡ് ദെൻ ബീങ് ഏബിൾ ടു ഫോളോ ദം അപ്പ് ആൻഡ് ഹെൽപ്പ് ദം ഔട്ട്. അത് തീർച്ചയായും അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് ഞങ്ങളെ വളരെയധികം ആ കത്തുകൾ സഹായിക്കും. ഐ ഫീൽ ദാറ്റ് ദ ബുക്ക് വിൽ അൺകവർ 100 ഓഫ് മിസ്റ്റർ ഫർലോങ്സ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ മിസ്റ്റർ ഫർലോങ്സ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ബുക്ക് തീർച്ചയായും ഈ പറയുന്ന 100 ആളുകൾ എന്ന രീതിയിലായിരിക്കും അൺകവർ ചെയ്യപ്പെടുന്നത്. മച്ച് വ്യൂവേഴ്സ് ബിൽ. വീണ്ടും ബില്ലിൽ നിന്ന് എഴുതിയിട്ട് WGH ആർ എച്ച് എന്ന് പറഞ്ഞാൽ റൂത്ത് ഹോക്ക് ടൈപ്പിസ്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്. റേ ഫർലോങ് സ്പ്രെഡിങ് ദ വേർഡ്സ് ബിയോണ്ട് അക്രോൺ ആൻഡ് ന്യൂയോർക്ക്. അപ്പൊ റേ ഫർലോങ് ദ സ്പ്രിംഗ്ഫീൽഡ് പ്രോട്ടേജ് വാസ് റേ ഫർലോങ്. റേ ഫർലോങ്ങിനെ കുറിച്ചാണ്. ആൻഡ് ദ ഗ്രേറ്റ് ന്യൂസ് ഇൻ ഹിസ് ലെറ്റർ വാസ് ദ ഹി വാസ് ബാക്ക് ഇൻ സ്പ്രിംഗ്ഫീൽഡ് മസച്ചൂസെറ്റ്സ്. സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറഞ്ഞത് ഒരു അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. അവിടുത്തെ റേ ഫർലോങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേയിങ് സോബർ, അദ്ദേഹം സോബറായിട്ട് നിന്നു. ആൻഡ് ഡൂയിങ് ഹിസ് വെരി ബെസ്റ്റ് ടു സ്പ്രെഡ് ദ വർക്ക് എമോങ് ദ അതർ ആൽക്കഹോളിക്സ് ദെയർ. അതായത് മറ്റ് ആൽക്കഹോളിക്കുകളുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ സ്പ്രിംഗ്ഫീൽഡ് മസച്ചൂസെറ്റ്സ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. MASSACHUSETTS മസച്ചൂസെറ്റ്സ്. ഓക്കെ. ആ സ്ഥലത്ത് മറ്റു മദ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഡിസ്പൈറ്റ് ഹിസ് ലാക്ക് ഓഫ് ഇമ്മീഡിയറ്റ് സക്സസ്, അതായത് പെട്ടെന്നുള്ള വിജയകരമായിട്ടുള്ള കേസുകളൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല. റേ വാസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് ബിൽ വിൽസൺ ഹാഡ് ബീൻ അഡ്വക്കേറ്റിംഗ് ഫോർ മന്ത്സ്. അപ്പൊ ഇദ്ദേഹമാണ് ബിൽ വിൽസൺ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ പ്രോഗ്രാം വിവരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം. വൺ മാൻ വുഡ് ഗെറ്റ് സോബർ ആൻഡ് ദെൻ ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം ടൗൺ, carrying the message about their program of recovery to other and offering his own sobriety as proof of its effectiveness. അതായത് റേ ഫർലോങ് ആണ് യഥാർത്ഥത്തിൽ ബിൽ വിൽസൺ വിവരിച്ചിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന പ്രവൃത്തി. അതായത് ഒരു മനുഷ്യൻ തന്റെ നഗരത്തിലേക്ക് തിരിച്ചു പോകുന്നു, മറ്റൊരു ആൽക്കഹോളിക്കിനെ കാണുന്നു, ആ ആൽക്കഹോളിക്കിനെ ഉദാഹരണമായിട്ട് തന്റെ സ്വബോധാവസ്ഥ വിവരിക്കുന്നു. അങ്ങനെ അവർ മോചനത്തിലേക്ക് വരുന്നു. ഇഫ് ദിസ് കുഡ് വർക്ക് വിത്ത് എ മാൻ ഹു ഹാഡ് ബീൻ എക്സ്പോസ്ഡ് ടു ദ ഫെലോഷിപ്പ് ഡയറക്ട്ലി, ഇത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നേരിട്ടുള്ള ഒരു ഉദാഹരണമായി മാറി. ദർ വാസ് നോ റീസൺ ടു തിങ്ക് ഇറ്റ് വുഡിന്റ് വർക്ക്. അപ്പോൾ ഫോർ സമ്മൺ ഹു വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദയർ പ്രോഗ്രാം ബൈ സിംപ്ലി റീഡിങ് ദ ബുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ഈ ഉദാഹരണം നമുക്ക് മറ്റൊരു സഹായമായി. ഈ ബുക്ക് വായിക്കുമ്പോൾ പോലും ആളുകൾ മോചനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് ആവശ്യമില്ല. ഫർലോങ് ഹാഡ് സ്പെൻഡ് എ വീക്ക് അറ്റ് ടൗൺസ് ഹോസ്പിറ്റൽ ഇൻ ഏർലി 1938. 1938 ഫർലോങ് ഒരാഴ്ച ചാൾസ് ബി ടൗൺ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. ബട്ട് ഹി സ്റ്റാർട്ടഡ് എക്സ്പെരിമെന്റിങ് വിത്ത് എ ലിറ്റിൽ കൺട്രോൾ ഡ്രിങ്കിങ്. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹം ചെറിയതായിട്ട് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തുടങ്ങി. ഷോർട്ട്ലി ആഫ്റ്റർ ഹി അറൈവ്ഡ് ബാക്ക് ഹോം. പിന്നീട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. പ്രഡിക്റ്റബിളി ദിസ് സ്പൺ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻ എ ഫെയർലി ഷോർട്ട് ഓർഡർ. അപ്പോൾ അദ്ദേഹത്തിന് ഔട്ട് ഓഫ് കൺട്രോൾ ആയി, കാരണം നീ നാനേന്ദ്രിതമായി കുടിച്ചു. ആഫ്റ്റർ എ particularly spectacular drunk on Tuesday, June 6. ജൂൺ 6 ചൊവ്വാഴ്ച അദ്ദേഹം കുടിച്ചതിന് ശേഷം ഹിസ് വൈഫ് പാക്ക്ഡ് ഹിം അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് ഡ്രോവ് ഹിം 150 miles to New York City where she re-delivered him to ടൗൺസ് ഹോസ്പിറ്റൽ. അതായത് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി വീണ്ടും അഡ്മിറ്റ് ആക്കി. അതായത് 150 മൈല് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വീണ്ടും ഡ്രൈവ് ചെയ്ത് അവിടെ തന്നെ അഡ്മിറ്റ് ആക്കി. ക്ലെയിമിങ് ഹെർ ഫിയേഴ്സ് ഓഫ് എറ്റ് അനദർ റിലാപ്സ്. അപ്പോൾ ഡോക്ടർ സുൽക്കോർത്തിനോട് അവൾ പറയുകയാണ് മറ്റൊരു വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഷോർഡ് ഹെർ ദാറ്റ് ദിസ് ടൈം ഹി ഫെൽറ്റ് ഹി റിയലി ഹാർഡ് സംതിങ് ദാറ്റ് വുഡ് വർക്ക് ഫോർ റേ. ഇപ്പൊ ഡോക്ടർ സുൽക്കോവർത്ത് അവളോട് പറഞ്ഞു, ഈ സമയത്ത് അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് പക്ഷെ ഈ സമയത്ത് ചിലപ്പോൾ വർക്കാവും. 3 days later, 3 ദിവസത്തിന് ശേഷം, സിൽക്ക്വർത്ത് പ്രോമിസ്ഡ് എ സൊല്യൂഷൻ അറൈവ്ഡ് ഇൻ ദ പേഴ്സൺ ഓഫ് 2 members ഓഫ് ദ ന്യൂയോർക്ക് ഫെലോഷിപ്പ്. അപ്പൊ സിൽക്ക്വർത്ത് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ 2 പേര് നിന്നെ കാണാനായിട്ട് ന്യൂയോർക്ക് ഫെലോഷിപ്പിലേക്ക് നിന്ന് വരും. വൺ കെയിം ഡ്യൂറിങ് ദ ഡേ, ഒരാൾ പകൽ സമയത്ത് വരും. ആൻഡ് അനദർ വിസിറ്റഡ് ഹിം ലേറ്റർ ദാറ്റ് നൈറ്റ്, ഒരാള് അന്ന് രാത്രിയിലാണ് സമയത്താണ് വിസിറ്റ് ചെയ്തത്. who told Furlong they had been exactly like him not so long ago. അപ്പോ
അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നെ പോലെ തന്നെയായിരുന്നു. വളരെ കാലമൊന്നും ആയിട്ടില്ല ഞങ്ങൾ മാറിയിട്ട്. ബട്ട് നൗ ദേ വെയർ ഫ്രീ ഓഫ് ദെയർ ഒബ്സഷൻ ഫോർ ഡ്രിങ്ക്. ഇപ്പോൾ അവർ ഇങ്ങനെ കുടിക്കുക എന്ന് പറയുന്ന ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടി. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, വാസ് സൺഡേ, ഞായറാഴ്ചയാണ്. ആൻഡ് റേ വാസ് വിസിറ്റഡ് ബൈ എ തേർഡ് റിക്കവേർഡ് ആൽക്കഹോളിക്. മൂന്നാമത് ഒരു മോചനം നേടിയ ആൽക്കഹോളിക് അവനെ വിസിറ്റ് ചെയ്തു. ഹൂ ക്യാരിഡ് എ സ്പിരിച്വൽ മെസ്സേജ്. അവനൊരു ആത്മീയ സന്ദേശമായിട്ടാണ് വന്നത്. വൺസ് ദാറ്റ് ഫർലോങ് ലേറ്റർ ഡിസ്ക്രൈബ്ഡ് ആസ് എ സിമ്പിൾ ഡേ ടു ഡേ പ്ലാൻ ഓഫ് ഫെയ്ത്ത്. പിന്നീട് ഫർലോങ് അതിനെപ്പറ്റി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: വളരെ ലളിതമായിട്ടുള്ള ദിവസം ദിവസം തോറുമുള്ള വിശ്വാസത്തിന്റെ ഒരു പ്ലാന്. ദ ബെഡ് റിഡൻ മാൻ വാസ് നോട്ട് ജസ്റ്റ് കൺവിൻസ്ഡ്. അതായത് കിടക്കയിൽ കടന്ന ആ മനുഷ്യൻ വെറുതെ അങ്ങ് വിശ്വസിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുക മാത്രമല്ല, ഹി സറണ്ടേർഡ് കംപ്ലീറ്റ്ലി. അദ്ദേഹം പൂർണ്ണമായി സറണ്ടർ ചെയ്തു. മേക്കിംഗ് എ ഫൈനൽ എഗ്രിമെന്റ്. പിന്നീട് അവനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. എന്താണത്? ടു ലെറ്റ് ഗോഡ് ബി ഫസ്റ്റ് ഇൻ മൈ ലൈഫ്. ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി വെക്കും. ആഫ്റ്റർ വിച്ച് ഹി ക്ലെയിംഡ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ദ ഹോൾ ഔട്ട്ലുക്ക് ആൻഡ് ഹൊറിസോൺ ബ്രൈറ്റൻഡ് അപ്പ് ഇൻ എ മാനർ. അതായത് അവന് ചുറ്റും നല്ല വെളിച്ചമുണ്ടായി, തെളിച്ചമുണ്ടായി. വിച്ച് ഐ ആം അനേബിൾ ടു ഡിസ്ക്രൈബ് എക്സെപ്റ്റ് ടു സേ ദാറ്റ് ഇറ്റ് വാസ് ഗ്ലോറിയസ്. എനിക്ക് അത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അത് വളരെ ശ്രേഷ്ഠമായിരുന്നു. ദിസ് ടേൺ അറൗണ്ട് വാസ് സോ കൺവിൻസിങ് ദാറ്റ് ദ ഫോളോയിങ് ഡേ റേസ് ന്യൂ ഫ്രണ്ട് ഇൻസിസ്റ്റഡ് ദ ഹീൽ ലീവ് ടൗൺ ഹോസ്പിറ്റൽ ആൻഡ് കം സ്റ്റേ ഇൻ അറ്റ് ഹിസ് ഹോം ഇൻ ന്യൂ ജേഴ്സി. അപ്പൊ മറ്റൊരു ആൽക്കഹോളിക് അവനെ പ്രേരിപ്പിച്ചു, നീ ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുക, എൻ്റെ കൂടെ ന്യൂ ജേഴ്സിയിൽ താമസിക്കാം. വിച്ച് ഫർലോങ് ഡിഡ്. അങ്ങനെ ഫർലോങ് അങ്ങനെ നിന്നതിന് ശേഷം ദ നെക്സ്റ്റ് നൈറ്റ്, ട്യൂസ്ഡേ, അതായത് തിങ്കളാഴ്ച പുറത്തിറങ്ങിയതിന് ശേഷം ചൊവ്വാഴ്ച രാത്രി ജൂൺ 14 റേ വാസ് ടേക്കൻ ടു ദി മീറ്റിംഗ് ഇൻ ബ്രുക്ലിൻ. അതായത് ബിൽ വിൽസന്റെ വീട്ടിലുള്ള ബ്രുക്ലിൻ ഹൗസിലുള്ള മീറ്റിംഗിലേക്ക് പോയി. വേർ ഹി വുഡ് ഹാവ് ഹിയർഡ് അബൌട്ട് ജിം ബോർവെൽസ് ഓൺ ഗോയിങ് സ്ലിപ്പ്. അതായത് അവിടെ വെച്ചിട്ട് അദ്ദേഹം ജിം ബോർവെൽസ് എന്ന് പറയുന്ന അംഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള വീഴ്ചയെ പറ്റി കേൾക്കുകയാണ്. ആൻഡ് ഓൾസോ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു എബി താച്ചർ. അതോടൊപ്പം എംബി താച്ചറെയും പരിചയപ്പെടുകയാണ്. ഹു വാസ് ജസ്റ്റ് റിട്ടേണിംഗ് ഫ്രം ഹിസ് ഓൺ റീസെന്റ് ബൗട്ട് വിത്ത് ആൽക്കഹോൾ. അപ്പോൾ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് ശേഷം എബി താച്ചർ ആ സമയത്ത് തിരിച്ചു വന്നിരിക്കുന്നു. അറ്റ് ദാറ്റ് മീറ്റിംഗ്, ആ മീറ്റിംഗിൽ വെച്ച് റേ പറഞ്ഞു, ഹി ഫൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് മെൻ. അവനൊരു കൂട്ടം മനുഷ്യരെ കണ്ടു, അല്ലെങ്കിൽ ആണുങ്ങളെ കണ്ടു. ഹൂ വെയർ ജസ്റ്റ് ലൈക്ക് ഹിംസെൽഫ്. ആരാണോ അവനെ പോലെ തന്നെ ഇരിക്കുന്നത്. ബട്ട് ടെല്ലിംഗ് ഓഫ് എ ലിബർട്ടി ഓഫ് ലിവിങ് അൺമാച്ച്ഡ് ബൈ എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. അതായത് ഇപ്പോൾ അവർ നന്നായി ജീവിക്കുന്നു, ഏതൊരു കാര്യത്തിനോട് തുലനം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവരെ നന്നായി ജീവിക്കുന്നു, സ്വതന്ത്രരായി ജീവിക്കുന്നു. ഹി ഫെൽറ്റ് ലൈക്ക് ഹി വാസ് ഹോം അറ്റ് ലാസ്റ്റ്. എനിക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നതായി തോന്നുന്നു. ഷോർട്ട്ലി, അതിനുശേഷം ആഫ്റ്റർ ദിസ് റേ റിട്ടേൺ ടു സ്പ്രിംഗ്ഫീൽഡ്. അദ്ദേഹം വീണ്ടും സ്പ്രിംഗ്ഫീൽഡിലേക്ക് തിരിച്ചുപോയി. റീജോയിൻഡ് ഹിസ് വൈഫ്. അതായത് ഭാര്യയുമായി ദർ സ്റ്റേഷനറി സ്റ്റോർ ബിസിനസ്. അതായത് ഭാര്യയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ ചെറിയ ഒരു സ്റ്റേഷനറി സ്റ്റോർ ബിസിനസ് ഉണ്ട്. ആൻഡ് ബിഗാൻ ടു സെറ്റ് ഹിസ് ലൈഫ് ഇൻ ഓർഡർ. അങ്ങനെ അവിടെ ചേരുകയും അദ്ദേഹത്തിന്റെ ജീവിതം നേരെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എസെൻഷ്യൽ ടു ദാറ്റ് റിക്കവറി വാസ് ദ നീഡ്. അപ്പൊ അവന്റെ മോചനത്തിന് ആ കാര്യം അനിവാര്യമായിരുന്നു. The letter is from R.A. Roland Arthur Furlong of Springfield, MA, who has been mistakenly identified as Ralph Furlong. Another controversial, I have called him Ray here based on Jim Borwell's use of that name in his handwritten list of those tribes. ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും, അതായത് ഈ റേ എന്നുള്ളത് റോളണ്ട് അർദറിനെ RA എന്നുള്ള രീതിയിൽ അത് പലപ്പോഴും റേ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. RA adding an additional layer of complexity of the confusion, and because of this has been incorrectly listed on some AA documents. പല AA ഡോക്യുമെന്റിലും അതുകൊണ്ട് അറിയാതെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പറയണം. 1938 ഇൻസ്റ്റൻസ് ഓഫ് ക്രിയേറ്റിംഗ് അഷുറൻസ് ഓഫ് ഗോഡ്, അതായത് ഗെറ്റിംഗ് എ സറണ്ടർ ടു ഗോഡ്. അതായത് 1938 ഈ പറയുന്ന ദൈവത്തിന്റെ കീഴടങ്ങൾ. ബിഫോർ ദ ന്യൂ മെൻ ഹാസ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ. അതായത് ആശുപത്രിയിൽ നിന്ന് വിട്ടതിന് ശേഷം ആ മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു രീതി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. സ്റ്റിൽ എ കോമൺ പ്രാക്ടീസ് ഇൻ അക്രോൺ.
അത് അക്രോണിലെ ഒരു പൊതുവായ തത്വമാണ്. ബട്ട് മച്ച് ലെസ് ഫ്രീക്വന്റ്ലി നോട്ട് ഇൻ ന്യൂയോർക്ക് ബൈ ദ ടൈം. പക്ഷേ ന്യൂയോർക്കിൽ അത് വളരെ ചുരുക്കമായിട്ട് സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നുകൂടി പറയണം. അപ്പൊ അപ്പൊ ഈ പറയുന്ന സ്റ്റേഷനറി ബിസിനസ്സിൽ അംഗമായിട്ട് ചേരുകയും അദ്ദേഹത്തിന്റെ സുബോധത്തിൽ നയിക്കുകയും ചെയ്തു. ടു വർക്ക് വിത്ത് അതേഴ്സ്, അദ്ദേഹം മറ്റുള്ളവരോട് പ്രവർത്തിച്ചു. ബട്ട് ഓൾ ഓഫ് ഹിസ് ഇനിഷ്യൽ അറ്റംപ്റ്റ്സ് ഫെയിൽഡ്. അപ്പൊ ആദ്യത്തെ കുറെ പ്രവർത്തികൾ പരാജയപ്പെട്ടു, മറ്റുള്ളവരോട് പ്രവർത്തിച്ചവർ. വിത്ത് ദ ടിപ്പിക്കലി ആൽക്കഹോളിക് എക്സ്പെക്ടേഷൻ ഓഫ് ബീയിങ് വൈഡ്ലി സക്സസ്ഫുൾ ഇൻ ഹിസ് ഫസ്റ്റ് 3 or 4 weeks. അതായത് ഒരു കുടി നിർത്തിയ ഒരാളുടെ വലിയ ഒരു പ്രതീക്ഷയാണ് ആദ്യത്തെ 2-3 ആഴ്ച കുറെ ആളുകൾ സക്സസ് ആവുന്നു. ഹി റോട്ട് ടു ബിൽ വിൽസൺ. അദ്ദേഹം ഡിസ്പയർഡ്, അദ്ദേഹം നിരാശാപൂർണമായ ചില കത്ത് ബിൽ വിൽസൺ എഴുതുന്നുണ്ട്. വണ്ടറിങ് വാട്ട് ഹി വാസ് ഡൂയിങ് റോങ്, ഞാൻ എന്താണ് തെറ്റ് ചെയ്യുന്നത്. ആസ്കിങ് ഫോർ അഡ്വൈസ്, ചില ഉപദേശങ്ങൾ എനിക്ക് വേണം. ആൻഡ് സജസ്റ്റിംഗ് പെർഹൗസ് ഹി നീഡഡ് ടു കം ബാക്ക് ടു ബ്രൂക്ലിൻ ഫോർ എ ഷോർട്ട് റിഫ്രഷർ കോഴ്സ്. എനിക്ക് ചെറുതായിട്ടൊന്ന് ബ്രൂക്ലിനിലേക്ക് തിരിച്ചു വരണം, എനിക്കൊരു റിഫ്രഷർ കിട്ടണം. Bill's response, a copy of which was sent to Amos along with the Ray's original letter, was both enthusiastic and candid. അപ്പോൾ വീണ്ടും ബിൽ വിൽസൺ ഒരു കത്ത് എഴുതുന്നുണ്ട്. മിസ്റ്റർ ആർ എ ഫർലോങ്, എംപയർ സ്റ്റേഷനറീസ്, 305 സ്പ്രിംഗ്ഫീൽഡ്. ഡിയർ ആർ ഐ, you bet your life you and your wife can come. Plan to stay the night with us. അത് നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ കൂടെ വരാം, നിനക്കും ഭാര്യയ്ക്കും എൻ്റെ കൂടെ വന്നത് താമസിക്കാം. We have the meeting on Tuesday evening during the summer. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി സമ്മറിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. They are usually held at my house. അത് പതിവായി എൻ്റെ വീട്ടിലാണ് നടത്തുന്നത്. But not always, so you had better give us a few days notice so we can let you know if there is any change of plan or possible omission of the meeting. അതായത് നീ ഞങ്ങളെ അറിയിക്കണം വരുന്നതിന് തൊട്ട് മുമ്പായി. ചില സമയങ്ങളിൽ ആ മീറ്റിംഗിന്റെ പ്ലാൻ മാറ്റാറുണ്ട്, ചിലപ്പോൾ അത് ഇല്ലാതെ വരുന്നുണ്ട്. I cannot tell you how delighted I am about what you say about yourself. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ അഭിമാനാർഹനാണ്, കാരണം നീ എന്നോടെല്ലാം പറഞ്ഞതിൽ. യുവർ വൈഫ് ആൻഡ് ദോസ് മെൻ യു ആർ വർക്കിംഗ് വിത്ത്, നിന്റെ ഭാര്യയെക്കുറിച്ചും നീ വർക്ക് ചെയ്ത ആളുകളെ കുറിച്ചും പറഞ്ഞു. വി നോ ദാറ്റ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നീ കറക്റ്റ് പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഇംപ്രഷൻ ഓഫ് എവരി വൺ. ഇത് മറ്റുള്ളവരിൽ ഒരു പ്രചോദനം ലഭിക്കും. ഹു ടോക്ക്ഡ് വിത്ത് യു ഡൗൺ ഹിയർ ദാറ്റ് യു വുഡ് ബി ഷുവർ ടു മേക്ക് ഗുഡ്. നീ തീർച്ചയായും നല്ലത് കണ്ടെത്തും. പർട്ടിക്കുലർലി ഇഫ് യു ടുക്ക് ഇൻട്രസ്റ്റ് ഇൻ സീയിങ് ദാറ്റ് അതേഴ്സ് എൻജോയ്. അതായത് നീ ഇപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ താല്പര്യമുള്ളവനാണ്. ദാറ്റ് ചാൻസ് യു ഹാവ്. നിനക്ക് ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് ആസ് ആൻ ഐഡിയ ഈസ് ഫൈൻ. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം ശരിയാണ്. ബട്ട് ക്രൈസ്റ്റ് ഇൻ ആക്ഷൻ ഈസ് എ പവർ വിച്ച് ഹാസ് നോ ലിമിറ്റേഷൻസ്. അതായത് പ്രവൃത്തി ചെയ്യുക എന്നുള്ള ശക്തിയിൽ അതിനൊരു ലിമിറ്റേഷൻ ഇല്ല, പ്രവൃത്തിക്കൊരു പരിധിയില്ല. വി ഹാവ് ഹാഡ് എ സ്ലേ ഓഫ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദിസ് സ്ട്രെങ്സ്. ഞങ്ങൾക്ക് വളരെ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് ഉണ്ട്. ഇറ്റ് ഈസ് സംടൈംസ് എ ഹാർട്ട് ബ്രേക്കിംഗ് ബിസിനസ്. ഇത് പലപ്പോഴും ഹൃദയഭേദകമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ആൻഡ് വി ഹാവ് ലേൺഡ് നോട്ട് ടു ബി ഡിസ്റ്റർബ്ഡ്. പക്ഷേ ഞാനൊരു കാര്യം പഠിച്ചു, ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ ഞാൻ ശല്യപ്പെടരുത്. വെൻ അവർ ഡിസയർ ഇൻ ദ മാറ്റേഴ്സ് വെർ നോട്ട് ഫുൾഫിൽഡ്. നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിച്ചില്ലെങ്കിലും ദിസ് മെൻ വാസ് എ ക്ലാസ് റിമൈൻഡ് അസ് ഫോർ forest through which a great fire has swept. അതായത് നമ്മൾ ഇത്തരം ആളുകളുടെ വിജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിൽ നമ്മൾ നിരാശരാകരുത്. നമ്മൾ കണ്ടെത്തുന്ന ആളുകൾ പരാജയരാകരുത്. നമ്മൾ അവരെ കാണേണ്ടത് വലിയ തീക്കിടയിലൂടെ നടന്നു പോകുന്ന വനത്തിനുള്ളിൽ ഉൾപ്പെട്ട മനുഷ്യരെ പോലെയാണ്. All of the trees are charred on the outside and there appears to be no worthwhile timber left. അതായത് എല്ലാ മരങ്ങളും ചാരമായി മാറി. പലപ്പോഴും മരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് എ ഗുഡ് പാർട്ട് ഓഫ് ദിസ് ട്രീസ് വെയർ വൺ സ്ട്രോങ് ആൻഡ് ദ വുഡ് വാസ് സ്ട്രേറ്റ് ഗ്രൈൻഡ്. അപ്പോ ഇങ്ങനെ ആളിക്കത്തിയ തീ വന്നതിന് ശേഷം വീണ്ടും അവിടെ കാട് വരുന്നുണ്ട്, അവര് വീണ്ടും സ്ട്രൈറ്റൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള പല മരങ്ങളും വരുന്നുണ്ട്. വി ഹാവ് ഡിസ്കവർഡ് ഇൻ അവർ വർക്ക് ദാറ്റ് ഇഫ് ദിസ് ആർ നോട്ട് ടു ബാഡ്ലി ചാർഡ് ദേ മേക്ക് ഗ്രേറ്റ് ടിമ്പർ വെൻ ബെറ്റർ ഫോർ ദെയർ സീസണിങ് ഇൻ ദ ഫയർ. അപ്പോൾ ആളിപ്പടരുന്ന തീകൾക്കിടയിൽ ചാരമായി മാറിയ മരങ്ങൾക്കിടയിലൂടെ വീണ്ടും കടന്നു പോയിട്ട് ആ വനത്തിലെല്ലാം വീണ്ടും ശക്തിയേറിയ മരങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ബട്ട് those trees which are bent and knotted and useless before the fire.
are likely to remain that way whatever we do. ആ തരം കാര്യങ്ങള് ചില മരങ്ങള് ബെൻഡായിരിക്കും, ചെരിഞ്ഞിരിക്കുന്നതായിരിക്കും, പലപ്പോഴും അത് ഉപയോഗപ്രദമായിരിക്കില്ല. പക്ഷെ അവരവിടെ ഇത് ഉണ്ട്, ആ മരങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ ത്രൂ ക്രൈസ്റ്റ്. എന്തായാലും അവർക്ക് അന്ന് ഒരു മതത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് വി അസ്യൂം എ ഗ്രേറ്റ് ഡീൽ. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയ കാര്യമാണ്. കൺസിഡറിങ് അവർ ഓൺ ഇൻകാപ്പാസിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ഹിസ് പ്രിൻസിപ്പിൾസ്, ഇഫ് വി തിങ്ക് എവരിബഡി വി ടച്ച് ഈസ് ഗോയിങ് ടു ഗെറ്റ് വെൽ. അതായത് നമ്മൾ തൊടുന്നവരെല്ലാവരും സുഖപ്പെടുമെന്നുള്ള ഒരാശയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വി ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് concept knocked out of us in that direction. However, the way to learn is to keep on working. അപ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്തരം പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളണം. ഐ ഹാഡ് സം ഹാർഡ് സ്കൂളിംഗ് മൈസെൽഫ്. എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് 8 or 10 കേസസ്, ആദ്യത്തെ 8 or 10 കേസിൽ നിന്ന് ഐ ഡെൽറ്റ് വിത്ത് നെവർ ഗോട്ട് എനിവെയർ ആൻഡ് ദെയർ ഹാവ് ബീൻ ലോട്ട്സ് മോർ സിൻസ്. അതായത് എനിക്ക് ഈ പാഠങ്ങളെല്ലാം കിട്ടിയത് മറ്റൊരു സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ല, അവരോടൊപ്പം പ്രവർത്തിച്ചപ്പോഴാണ് കിട്ടിയത്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് ഓൾവേസ് ലേൺഡ്. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർ ഫ്രം ദ ഫെയിലിയേഴ്സ്, പരാജയങ്ങളിൽ നിന്നാണ് ഞാൻ പാഠം ഉൾക്കൊണ്ടത്, ദാൻ ഫ്രം ദ സക്സസ്. അതായത് പരാജയങ്ങളിൽ നിന്നാണ് ഞാൻ പാഠം ഉൾക്കൊണ്ടത്, വിജയങ്ങളിൽ നിന്നല്ല. ആൻഡ് ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ഓഫ് ദിസ് മാൻ ആൻഡ് ദെയർ പ്രോബ്ലം. ഈ മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും നീ എടുക്കരുത് ടു സീരിയസ്ലി, വളരെ ഗൗരവമായിട്ട് എടുക്കരുത്. ഐ ബിലീവ് ദാറ്റ് ഗോഡ് വാണ്ട്സ് യു അസ്, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് ടു ബി നാച്ചുറലി ആൻഡ് ജോയ്സ്ലി ഹാപ്പി, നമ്മളെ സ്വാഭാവികമായിട്ടുള്ള സന്തോഷത്തിൽ നിലനിർത്താൻ. ടു ബി അതർവൈസ് ടു ലിമിറ്റ് അവർ എഫക്റ്റീവ്നെസ് ഇൻ ദ സ്കെപ്റ്റിക്കൽ ഓൾഡ് വേൾഡ്. അപ്പൊ പഴയ ലോകത്ത് നിന്ന് പുതിയ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോജനപ്രദമായി ജീവിക്കുക എന്നുള്ളത് നമ്മൾ ലിമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബില്ല് അതും റൂത്ത് ഹോക്ക് ടൈപ്പ് ചെയ്താണ്. വൺ തിങ്സ് ദാറ്റ് സ്റ്റാൻഡ്സ് out starkly in this letter, Wilson explicit mention of Jesus Christ as God. ഇവിടെ നമുക്ക് കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബിൽ വിൽസൺ ഇതേ സമയത്ത് ജീസസ് ക്രൈസ്റ്റിനെ ഒരു ദൈവമായിട്ട് അവതരിപ്പിക്കുന്നു. സംതിങ് ഹി റെയർലി ഡിഡ് ഇൻ പ്രിന്റ്. പലപ്പോഴും ഈ കത്തുകളിലോ മറ്റേതെങ്കിലും പ്രിന്റുകളിലോ വളരെ വളരെ ചുരുക്കമായിട്ടാണ് ബിൽ വിൽസൺ അത് ഉപയോഗിക്കാറുള്ളൂ. ബിൽ ഈസ് ഓൾമോസ്റ്റ് certainly responding here to the use of Christ's name in Ray's letter. പക്ഷേ ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പേര് റേയുടെ കത്തിൽ കൃത്യമായി സൂചിപ്പിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഒബ്വിയസ് വിൽസൺ ഈസ് വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് കൈൻഡ് ഓഫ് റിലീജിയസ്ലി സ്പെസിഫിക് ടോക്ക്. പലപ്പോഴും ഈ പറയുന്ന മതപരമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹം കംഫർട്ടായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. That is hardly surprising since all of the believing members of alcoholism in New York at this time. അപ്പോൾ ഈ സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ന്യൂയോർക്കിലെ മെമ്പേഴ്സിന് പലപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത വേർ ക്രിസ്ത്യൻ, അവർ പലപ്പോഴും ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും ആൻഡ് എനി ടോക്ക് എമോങ് ദംസെൽസ് അബൌട്ട് റിലീജിയസ് ഓർ സ്പിരിച്വാലിറ്റി വുഡ് നെസസറിലി ഹാവ് ബീൻ പ്രൈമഡ് ഇൻ ദോസ് ടൈംസ്. അതായത് മുഴുവൻ പേരും ക്രിസ്ത്യാനികളായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ന്യൂയോർക്കുകാർ അവർ ആത്മീയതയിൽ പൊതിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സംസാരിച്ചിരുന്നത് മതത്തെക്കാൾ. അങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ടാണ്. വൺ ഫർദർ റീസൺ, മറ്റൊരു കാര്യം ബിൽസ് കംഫർട്ട് ലെവൽ വിത്ത് ടോക്ക് ഓഫ് ക്രൈസ്റ്റ് ഓഫ് ഗോഡ് വാസ് ദ ഫാക്ട് ദാറ്റ് അറ്റ് ദിസ് ടൈം readings from the New Testament were still a regular part of the meetings format even in Brooklyn. അതായത് ബ്രുക്ലിലെ ആ കാലത്തെ മീറ്റിംഗ് 1938 മീറ്റിംഗില് ബൈബിളിൽ നിന്നുള്ള പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവര്, അപ്പോൾ അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളും അതിനകത്ത് പങ്കെടുത്തിരുന്നുണ്ടാവും. ഗിവൺ ഓൾ ഓഫ് ദിസ് സർക്കംസ്റ്റൻസ്, ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹു എൽസ് വുഡ് യു ടോക്ക് അബൌട്ട് വെൻ യു ടോക്ക്ഡ് അബൌട്ട് ഗോഡ്? അപ്പോൾ ഇവിടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നാണ് വിചാരിക്കാൻ. ഓൾസോ ഓഫ് ഇൻട്രസ്റ്റ് ഹിയർ, മറ്റൊരു താല്പര്യം നമുക്ക് തോന്നുന്നത് ബിൽസ് മെറ്റാഫോർ ഓഫ് ദ
ഫോറസ്റ്റ് ഡിവാസ്റ്റഡ് ബൈ എ ഗ്രേറ്റ് ഫയർ. അതായത് ഒരു വനം നശിച്ചു പോകുന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ്. ദിസ് സൗണ്ട്സ് വെരി മച്ച് ലൈക്ക് എ ഫിഗർ ഓഫ് സ്പീച്ച് ഹി ഹാഡ് ഡെവലപ്ഡ് ആൻഡ് പെർഫെക്റ്റഡ് ഫോർ യൂസ് ഇൻ ഹിസ് പ്രസന്റേഷൻ ടു പൊട്ടൻഷ്യൽ ഡോണേഴ്സ് ആൻഡ് വൺ ദാറ്റ് ഹി യൂസ് അഗെയിൻ ഇൻ ലേറ്റർ ലെറ്റേഴ്സ്. മറ്റ് പല കത്തുകളിലും ഈ നശിച്ചുപോയ ഈ പറയുന്ന വനത്തെ പറ്റിയും അതിൽ നിന്ന് പൊട്ടിവരുന്ന പുതിയ പുതിയ തടികളെ പറ്റി അല്ലെങ്കിൽ വൃക്ഷങ്ങളെ പറ്റിയും അദ്ദേഹം പിന്നീടും പല കത്തുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദ ഫയർ ഈസ് എ റിച്ച് മെറ്റാഫർ. അതായത് തീ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഓൺ ദാറ്റ് ക്യാൻ കട്ട് ബോത്ത് വേസ്. അത് രണ്ട് രീതിയിൽ നശിപ്പിക്കാൻ കഴിയും. ആസ് വിൽസൺ എബസ് says, despite outside appearances, some of this charred timbers are not only salvageable but actually better for having been seasoned in the fire. On the other hand, harking back to Dr. Richard's point that there are some damaged people who just can't be saved, he notes there are those who are bent and noted useless before the fire, and they are likely to remain that way they whatever we do. Alcoholics Anonymous members were completely dedicated to working with the drunks who could be saved, but they had no interest in squandering their time and energy to who are hopeless for whatever reason. അതായത് ചുരുക്കത്തിൽ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് ഈ പറയുന്ന ഫയർ വന്നതിന് ശേഷം വീണ്ടും തടികളൊക്കെ വരാറുണ്ട്. പക്ഷെ ചില തടികൾ വളർന്നു വരികയില്ല, നശിച്ചു പോകും. അപ്പം ആ കാലത്ത് ഈ പറയുന്ന ഹോപ്പ്ലെസ് സ്റ്റേജുകളായിട്ടുള്ള ആളുകളോട് നമ്മൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന് വലിയ താല്പര്യമില്ല. അതായത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാത്ത ആളുകളോട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ റിവറൻറ്റ് വാർഡ് എ ലിങ്ക് ടു വെൽത്തി ന്യൂയോർക്ക് ഡോണേഴ്സ്, അതായത് ധനികരായിട്ടുള്ള ന്യൂയോർക്കിലെ ആളുകളോടുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് അടുത്ത ഹെഡിങ്. ദ സെവൻത്ത് ലെറ്റർ, ഏഴാമത്തെ കത്ത്, ബിൽ റോട്ട് ടു ദ ഡേ വെൻ ടു ദ റിവറൻറ്റ് CEB വാർഡ് എന്ന് പറയുന്ന CEB വാർഡ് എന്ന് പറയുന്ന ആൾക്കാണ്. ആൻഡ് ആക്ടിവിറ്റീസ് പ്രസ്ബിറ്റേറിയൻ മിനിസ്റ്റർ, ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ പ്രസ്ബിറ്റേറിയൻ അച്ഛനായിരുന്നു. ദ ഡീപ് കോണ്ടാക്ട്സ് എമോങ് റിച്ച് ഡോണേഴ്സ് ഇൻ ന്യൂയോർക്ക് സിറ്റി, അവർക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ ധനികരായ ആളുകളായിരുന്നു. വില്ലാർഡ് റിച്ചാർഡ്സൺ ഹാഡ് എൻകറേജ്ഡ് ബിൽ. അപ്പൊ വില്ലാർഡ് റിച്ചാർഡ്സൺ ബില്ലിനോട് എൻകറേജ് ചെയ്യാണ് ടു മീറ്റ് വിത്ത് വാർഡ്, അതായത് വാർഡിനോട് മീറ്റ് ചെയ്യുക. ബട്ട് ഡിസ്പൈറ്റ് ഫോൺ കോൾസ് ആൻഡ് ലെറ്റേഴ്സ്, അപ്പൊ ഫോൺ കോൾസിലൂടെയോ ലെറ്റേഴ്സിലൂടെയോ, ദാറ്റ് ടു മെൻ ആൻഡ് മാനേജ് ടു മിസ് ഈച്ച് അതർ ത്രൂ ഔട്ട് ലേറ്റ് ജൂൺ ആൻഡ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ജൂലൈ. അപ്പം ജൂണിലും ജൂലൈയിലും കത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഴുതി അവർ പരസ്പരം കണ്ടുപിടിക്കും. ബിൽ വാസ് ആൻഷ്യസ് ടു ടോക്ക് ടു വാർഡുമായിട്ട് സംസാരിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളതാണ്. ആൻഡ് വാസ് ഹോപ്പിംഗ് ഹു ടു കൺവിൻസ്, അവന്റെ ഒരു വിചാരം ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമെന്നാണ്. ക്ലെമന്റ് EB വാർഡ് ആൻഡ് ഹിസ് വൈഫ് ബ്ലഞ്ച് co-found മാർബിൾ ഹൗസ് in 1914 and League for the American Home in 1921. Both of these charities were based on New York City House, maintaining a partisan already home in Mountain View, New Jersey. The charter of Marble House was to establish in the great cities of America Christian homes, vocation guidance of struggle youths. Each home group consists of 10 or 15 സർപ്രൈസ് ക്വസ്റ്റ്യൻ. അതൊരു ഫുട് നോട്ടാണ്, അത് വായിച്ചെന്ന് ഇതിന്റെ സൂചനിപ്പിച്ചെന്നുള്ളു. അപ്പൊ വാർഡുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അദ്ദേഹം വലിയ താല്പര്യമുള്ളവനായിരുന്നു. ഹിം ടു കം ടു ബ്രുക്ലിൻ ടു അറ്റൻഡ് വൺ ഓഫ് ദെയർ ട്യൂസ്ഡേ നൈറ്റ്, അതായത് ട്യൂസ്ഡേ നൈറ്റിലെ മീറ്റിങ്ങിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഹി കുഡ് സീ വിത്ത് ഹിം ഓൺ ഐസ് ദ മിറാക്കിൾ ബീയിങ് വർക്ക്ഡ് ദെയർ, അതായത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ണിൽ നേരിട്ട് കാണാനായി നിങ്ങൾക്ക് വരാം. മൈ ഡിയർ മിസ്റ്റർ വാർഡ്, കത്തെഴുതുന്ന മൈ ഡിയർ മിസ്റ്റർ വാർഡ്, the best laid plans to mice and men gang after ugly, what with being unable to reach you on the phone and having been out of town for some time, we have not gotten together. Mr. Richardson suggested we might. അതായത് കത്തുകൾ എഴുതുകയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറയുന്ന നഗരത്തിൽ നിന്ന് പുറത്തായിരുന്നു കുറച്ചു നാൾ. ഈച്ച് ട്യൂസ്ഡേ ഈവനിങ്, എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം, അറ്റ് മൈ ഹൗസ്, എൻ്റെ വീട്ടിൽ 182 ക്ലിൻറ്റൺ സ്ട്രീറ്റില് we have a informal meeting, എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഓഫ് എക്സ് ആൽക്കഹോളിക്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഓഫ് ഈച്ച് ന്യൂ കമേഴ്സ് മേ കം ഫോർ us. പലപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളും പുതിയ ആളുകളും വരാറുണ്ട്. ദിസ് മീറ്റിംഗ്സ് ആർ സോ ഇൻഫോർമൽ, ദേ മേ സ്റ്റാർട്ടിൽ യു എ ബിറ്റ്, but they do meet our needs. We would like you to come to the next one if you to desire, so that we may become better acquainted. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സുഹൃത്തിനെ ലഭിക്കും.
My Brooklyn telephone number is main number കൊടുത്തിട്ടുണ്ട്, and you take either the West Side to Western subway from New York. അപ്പോൾ തീർച്ചയായും ആ നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഗെറ്റിംഗ് ഓഫ് അറ്റ് ബോറോ ഹാളിൽ ഇറങ്ങണം. വേർ യു വിൽ ബി വിത്തിൻ 3 or 4 blocks ഓഫ് മൈ ഹൗസ്. അത് 4-5 ബ്ലോക്സിന് അകലെയാണ് ആ ട്രെയിൻ സ്റ്റേഷൻ. പീപ്പിൾ കമൻസ് ടു ഡ്രോപ്പ് ഇൻ അറൌണ്ട് 6 o'clock. ഏകദേശം 6 മണിക്കാണ് ആളുകൾ വരാറ്. ആൻഡ് വി ഹാവ് എ ബഫർ സഫർ. ഞങ്ങൾ ഇവിടെ ഒരു സപ്പർ കൊടുക്കുന്നുണ്ട്. എവരി വൺ സ്റ്റേസ് ആസ് ലോങ് ആസ് ദേ ലൈക്ക്. ആർക്കുമെങ്കിലും ആ സപ്പറിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം. വിച്ച് ഈസ് സംടൈംസ് ഫോർ ദ നൈറ്റ്. പലപ്പോഴും രാത്രിയാണ്. സോ ഫോർ നെക്സ്റ്റ് ട്യൂസ്ഡേ ഈവനിങ് പ്ലീസ് ഫീൽ ദാറ്റ് യു ആർ വൺ ഓഫ് us and so on the afternoon we will inform you my house and let whatever answer know that you will be there. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരണം, എന്റെ ഫോണിലേക്ക് വിളിക്കണം, നീ എനിക്ക് മറുപടി നൽകണം. ഇഫ് യു കനോട്ട് മേക്ക് അറ്റ് ദിസ് ട്യൂസ്ഡേ, ഈ ആഴ്ച വരാൻ പറ്റിയെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കം ലേറ്റർ. പിന്നീടുള്ള ചൊവ്വാഴ്ചകൾ വരാം. ത്രൂ യു മൈറ്റ് ഫോൺ ഇൻ അഡ്വാൻസ്. പക്ഷെ ഫോൺ വിളിക്കണം. സംടൈംസ് ദ മീറ്റിംഗ് ഹാസ് ഒമിറ്റഡ് ഓർ ഹെൽഡ് ഔട്ട് അനദർ പ്ലേസ്. ഒരു പക്ഷേ മീറ്റിംഗ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും. വെരി മച്ച് യുവേഴ്സ്, William G. Both this letter and to one Ray Furlong mentioned that people occasionally stayed overnight after the meeting. അതായത് റേ ഫർലോങ്ങിന് എഴുതിയ കത്തില് നമുക്ക് സൂചിപ്പിക്കുന്നത് പലപ്പോഴും രാത്രികളിൽ അവന്റെ വീട്ടിൽ തങ്ങിയിരുന്നു. വിൽസൺ ഹോട്ടൽ, അതിനെ പറഞ്ഞിരുന്നത് വിൽസന്റെ ഹോട്ടൽ എന്നാണ്. വാസ് ഒബിയസ്ലി സ്റ്റിൽ ഓപ്പൺ ഫോർ ബിസിനസ് ഓൺ ക്ലിന്റൺ സ്ട്രീറ്റ്. അപ്പം ഇപ്പൊ ക്ലിന്റൺ സ്ട്രീറ്റിൽ ഈ ബിസിനസിന് വേണ്ടി, ആൽക്കോളിക് ബിസിനസ് തുടർന്നിരുന്നത്. ബിൽ ഓൾസോ ടെൽസ് വാർഡ് എ ബഫറ്റ് സപ്പർ വാസ് ഓൾവേസ് സെർവ്ഡ്. അപ്പൊ ഒരു ബഫറ്റ് സപ്പറിനെ പറ്റി പറയുന്നുണ്ട്. മേക്കിംഗ് ഇറ്റ് സൗണ്ട് ആസ് ലൂയിസ് വാസ് ബൈയിങ് ആൻഡ് പ്രിപ്പയറിംഗ് ഇനഫ് ഫുഡ് ഫോർ ദ എൻറ്റയർ ഗ്രൂപ്പ് ഈച്ച് വീക്ക്. അപ്പൊ എല്ലാ ആഴ്ചകളിലും ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ലൂയിസ് തയ്യാറാക്കിയിരുന്നെന്നും അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് ദിസ് വാസ് റിയലി മോർ ഓഫ് എ പോട്ട്ലക്ക് affair with the food contributing coming from the wives who was attending the meeting. ഇത് പലപ്പോഴും മധ്യാസക്തരുടെ ഭാര്യമാർ കൊണ്ടുവരുന്ന ചില കോൺട്രിബ്യൂട്ടുകളിലൂടെ ആയിരിക്കാം. പോട്ട്ലക്ക് എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഫുഡ് കൊണ്ടുവരുന്നത്, അങ്ങനെ എല്ലാവരും ഫുഡ് കൂട്ടി വെച്ചിട്ട് സെർവ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്തത് നമുക്ക് കീപ്പിംഗ് ഡോക്ടർ ബോബ് ഇൻഫോർമഡ് എന്നുള്ളത് അടുത്ത ആഴ്ച പറയാൻ പറ്റിയാൽ പറയാം. ഓക്കെ, താങ്ക് യു. Thank you,